എല്ലാവരോടുമായിട്ട് ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്ന് ഔദ്യോഗികമായ പ്രാർത്ഥന അവസാനമാക്കാം. കാരണം ഒരു നേരം വൈകിയല്ലോ. ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലി നമുക്ക് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് ഗോൾഡ എന്നോട് പറഞ്ഞത് മാതാവിനെ കുറിച്ച് എടുക്ക് എന്നാ പറഞ്ഞത്. ഇന്ന് എന്താണ് മാതാവിനെ കുറിച്ച് നമുക്ക് മാതാവിനെ കുറിച്ച് എന്നുള്ളത്. അപ്പൊ ഞാനത് ഈ ഇന്നത്തെ ദിവസവും മാതാവും തമ്മിലുള്ള ഒരു അങ്ങനെ എന്താ പറയാൻ എന്നുള്ളത് ഞാനൊരു 2 മിനിറ്റ് ചിന്തിച്ചപ്പോ ഇന്നത്തെ മാതാവിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വല്ലാത്ത അവസ്ഥയാണ്. എബ്രഹാമിന്റെ ബലി പോലെ അതിനേക്കാളും എന്താ പറയുക ഭീകരമായിരുന്നു മാതാവിൻ്റെത്. കാരണം എബ്രഹാം വിശ്വസിച്ചു, മറിയവും വിശ്വസിച്ചു. ഒരാൾ വിശ്വാസികളുടെ പിതാവും മറ്റേയാൾ വിശ്വാസികളുടെ മാതാവുമാണ്. വിശ്വാസികളുടെ മാതാവാണല്ലോ മറിയം, വിശ്വാസികളുടെ പിതാവാണല്ലോ എബ്രഹാം. എബ്രഹാം തിരിച്ചിറങ്ങി പോന്നപ്പോൾ തന്റെ വിശ്വാസത്താൽ കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നു, റൈറ്റ്? എന്നാൽ മറിയം തിരിച്ചിറങ്ങിയപ്പോൾ തന്റെ കുഞ്ഞിനെ വിശ്വാസത്താൽ അവൾ കാൽവരിയിൽ ഉപേക്ഷിച്ചു. അതൊരു വല്ലാത്ത തിരിച്ചു പോക്കല്ല. എബ്രഹാമിന് ദൈവിക പദ്ധതിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ വിശ്വാസത്തിന്റെ ഫലമായി അവന്റെ കുഞ്ഞ് അവന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവന് ബോധ്യമുണ്ടായിരുന്നു ഇവൻ വഴിയായി തന്നെ ദൈവം വാഗ്ദാനം നിറവേറ്റും. മറിയം ഗാഗുൽത്ത ഇറങ്ങിയപ്പോൾ അവളുടെ പ്രതീക്ഷ എന്തായിരുന്നു? മനുഷ്യകുലത്തിലെ, ഇന്നലെ നമ്മൾ കണ്ടു, മനുഷ്യകുലത്തിന്റെ സകല ദുരിതങ്ങളും പേറിയവനാണ് യേശു. അതാ ഇന്നലെ നമ്മള് നീതിയില്ലാതെ നീതികേടിന് വിധേയനാക്കപ്പെട്ട യേശു എന്ന ഒറ്റ പോയിന്റിൽ നമ്മൾ കണ്ടത്. എങ്കിൽ ഇന്ന് പ്രത്യാശയില്ലാത്ത മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അതിലൂടെ ഇറങ്ങിപ്പോയവളാ മറിയം. അതുകൊണ്ട് അവൾ പ്രത്യാശയുടെ താരം എന്ന് വിളിക്കപ്പെടുന്നത്. പ്രത്യാശ ഗോപുരമേ എന്നവളെ വിളിക്കുന്നത് അവൾ അറിയാത്ത ഒരു നിരാശ ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ദിവസമായി ഇന്ന്. ദൈവത്തിലെല്ലാം അർപ്പിച്ച്, തന്റെ പ്രത്യാശയെ ദൈവത്തിൽ അർപ്പിച്ച്, ദൈവത്തിന് തെറ്റുപറ്റില്ല എന്ന് ചിന്തിച്ച ഒരു യഹൂദ സ്ത്രീയുടെ ദിവസമായി. എബ്രഹാമുമായിട്ട് പരശതം കാതം അകലെയാ മറിയം നിൽക്കുന്നത്, ഉന്നതത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. അത് എത്ര ആലോചിച്ചാലും കണ്ണുനീരല്ലാതെ നമുക്കൊരു ഉത്തരം വരുന്നില്ല. കാരണം മറിയത്തിന്റെ കയ്യിൽ ഒരു സാധനവും സ്റ്റോക്കില്ല. മകനില്ല, മകനിലൂടെയുള്ള ദൈവരാജ്യം ഇല്ല. ഇന്നത്തെ ദിവസം, നാളത്തെ കാര്യം പറയരുത്, ഇന്നത്തെ ദിവസം അവളുടെ അടുത്ത് യാതൊരു പ്രത്യാശയുടെ വശവുമില്ല. ഒരൊറ്റ സാധനം ഒഴിച്ച്, അത് ദൈവ തിരുമനസ്സിനുള്ള വിധേയപ്പെടൽ എന്നുള്ളതാണ്. ആ വിധേയപ്പെടലിൽ നിന്നാണ് ഈശോയുടെ ഉത്ഥാനത്തെ നമ്മൾ കാണേണ്ടത്. ദൈവ തിരുമനസ്സിന് വിധേയപ്പെടാത്ത ഒരാൾക്കും അവന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുകാരനാകാൻ കഴിയില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ ഒരു വലിയ പങ്ക് ദൈവത്തിന്റെ തിരുമനസ്സിനെ മാറ്റാനുള്ളതാണ്. എന്റെ അടക്കം, ഞാൻ നമ്മുടെയൊക്കെ എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറയുക എന്റെ എന്നേ പറയുള്ളൂ, നിങ്ങളുടെ ഞാൻ പറയില്ല. എന്റെ പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും ദൈവമേ എന്റെ മനസ്സുപോലെ വരണമേ എന്നാണെന്നുണ്ടെങ്കിൽ മറിയം എനിക്കൊരു ഉത്തരവും ഒരു വെല്ലുവിളിയുമായി നിൽക്കുന്നു. ആരുടെ മനസ്സാണ് അവിടെ നിവൃത്തിയായത്? വളർത്തു ദോഷം എന്നേ പറയാനുള്ളൂ യേശുവിന്റെ ഗെത്സമേനിയിലെ വാക്ക്. വളർത്തു ദോഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയും പിള്ളേർക്ക് അപ്പന്റെ സ്വഭാവമാണ് അമ്മയുടെ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ വളർത്തു ദോഷം ഉണ്ടെന്ന് പറയും. വളർത്തു ദോഷം നന്നായിട്ടുള്ള ഒരാളായിരുന്നു യേശു. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. എത്രമാത്രം പൊട്ടന്മാർ ഇതിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ബോട്ടിന്റെ തോണിയുടെ അണിയമാണോ അമരമാണോ അപകടമുള്ള സ്ഥലം?
ഓ, അങ്ങനെ രണ്ട് ഭാഗം ഉണ്ടല്ലേ എന്നായിരിക്കും ഇപ്പൊ ചിന്ത. ഏത് ആളിരിക്കുന്ന ഭാഗമാണോ അപ്പുറത്തെ ഭാഗമാണോ? പിന്നെ അണിയം എന്ന് പറയുന്നത് എക്സ്ട്രീം അങ്ങ് ഉള്ളത്, അമരം എന്ന് പറയുന്നത് ഇയാൾ കുത്തിരിക്കുന്ന സ്ഥലം. ഇതിനകത്ത് ഏതിനാണ് റിസ്ക് കൂടുതൽ? നിങ്ങൾക്കറിയില്ല, അതെന്റെ സംഗതി. മീൻ കൂട്ടാൻ അണിയമാണ് ചെന്ന് കുത്തുക. അവിടെ ഒരു ചെങ്ങായി കിടന്ന് ഉറങ്ങുക. കാറ്റിലും കൊടുങ്കാറ്റിലും ആദ്യം തകരുന്നത് അണിയമാണ്. അവൻ അവിടെ ഇരുന്ന് ഉറങ്ങുക. ആര്? ക്രിസ്തു. വാഴ്ത്തുദോഷമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാര്യ താനറിയാതെ ഗർഭിണിയാകുന്നത്. അതും കഴിഞ്ഞിട്ട് മുണ്ടും പുതച്ച് കിടന്നുറങ്ങിയ ജോസഫ് എന്ന ഉറങ്ങുന്ന മനുഷ്യൻ ഇപ്പൊ ഭയങ്കര പ്രചാരമാണ്. ഉറങ്ങുന്ന വിശുദ്ധ യോസഫ്. സംഗതി ഇതാ, യോസഫ് വളർത്തിയ ആരും ഉറങ്ങും, പ്രശ്നത്തിനകത്ത് നടക്കും, കിടന്നുറങ്ങും. അതുപോലെയാ ഗെത്സമേനിയിലെ പ്രാർത്ഥന. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഗർഭം സ്വീകരിച്ച അവളുടെ ഗർഭപാത്രത്തിനകത്ത് കോറിയിട്ടതാ, പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന വാക്ക്. അവന്റെ ഏറ്റവും ഗൗരവതരമായ, ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിൽ അവന് ക്രൂശീകരണമാണോ ഗെത്സമേനിയാണോ വലുതെന്ന് ചോദിച്ചാല് നമുക്ക് ഉത്തരമില്ല. രണ്ടും ഒരേപോലെ വലുതാണ്. അവിടെ അവൻ പറഞ്ഞ വാക്കെന്താ? അവള് ഗർഭം ധരിച്ചപ്പോ പറഞ്ഞ വാക്കാ, നിന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം നിറവേറട്ടെ, പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. വളർത്തു ദോഷം എന്ന് വേണമെങ്കിൽ നർമ്മരസത്തിൽ നമുക്ക് പറയാം. മറിയം എന്ന് അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈശോയുടെ മറിയത്തിന്റെ എന്തുകൊണ്ടാണ്, ഇനി നമുക്ക് അടുത്തതിലേക്ക് നടക്കാം, എന്തുകൊണ്ടാണ് മറിയത്തെ ഇത്രയേറെ വലിയ ഒരു വണക്കം കൊടുത്ത് തിരുസഭ പാലിക്കുന്നത്? നമുക്കത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ രണ്ടമ്മമാര് തമ്മിലുള്ള ഒരു തരം മത്സരമാണ് ഈ ക്രിസ്ത്യാനിയുടെ ജീവിതം. രണ്ടമ്മമാര് തമ്മിലുള്ള മത്സരം. ഒരമ്മ മറ്റേ അമ്മയെ കുറിച്ച് വലുതാന്ന് പറയും, ഈ അമ്മ മറ്റേ അമ്മയെ കുറിച്ച് വലുതാണെന്ന് പറയും. നമ്മൾ നടുക്ക് നിൽക്കുക. ഈ ചക്കളന്റെ തുണിയർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, എണ്ണത്തുണി എറിയുക എന്ന് പറയുന്നത്. അവര് തമ്മിൽ ഒത്തോണ്ടാ എണ്ണത്തുണി എറിയുന്നത്, നമ്മുടെ എണ്ണയാ പോകുന്നത്. അതെന്താണെന്നുള്ളത് അടുത്തിരിക്കുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്താണ് എണ്ണച്ചട്ടിയാർ പിന്നെ തുണി എറിയുന്നത് എന്താണെന്ന്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ചെട്ടിയാരും ചെട്ടിച്ചിയും തമ്മിൽ ഒത്തുകളിയാ, നമ്മുടെ എണ്ണ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അതുപോലെ മറിയം എന്ന അമ്മയും സഭ എന്ന അമ്മയും തമ്മിൽ ഒരു ഒത്തുകളിയാണ്. ഒത്തുകളി എന്നുള്ളതിനേക്കാൾ ഉപരി സഭ അമ്മയെ കുറിച്ച് പറയുകയാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയെ കുറിച്ചാണ്. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോ പ്രത്യക്ഷപ്പെട്ടാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെ കുറിച്ചാ? സഭയെ കുറിച്ചാണ്. ഇവര് തമ്മില്, ഈ രണ്ടമ്മമാര് അമ്മമാരെ വിശ്വാസിക്ക് നൽകിയിട്ടുണ്ട്. ഒന്നിനെ ചങ്കിനകത്തൊന്നും ഒന്നിനെ വായ്ക്കകത്തൊന്നും എന്നാ പറയുന്നത്. അവന്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട രക്തത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് ജ്ഞാനസ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും പുറപ്പെട്ടത് എന്ന പണ്ഡിതമാണ്. അവന്റെ വായിൽ നിന്നാണ് ഇത് നിന്റെ അമ്മ എന്ന് പറഞ്ഞത്. അപ്പോ കുരിശിൽ രണ്ടമ്മമാരെ കിട്ടി നമുക്ക്. ഒന്നാമത്തേത് തന്റെ രക്തത്തിലൂടെ നേടിയെടുത്ത, തന്റെ പരിശുദ്ധാത്മ വാഗ്ദാനത്തിലൂടെ അവൻ സ്വന്തമാക്കിയ തിരുസഭ എന്ന മണവാട്ടിയും നമ്മുടെ അമ്മയും. രണ്ടാമത്തേത് അവന്റെ അമ്മയെ നമുക്ക് കിട്ടി എന്നുള്ളത്. ഒന്നുകൂടെ അറിയണം, താൻ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നത് കണ്ട് എന്നാണ് ആ വാക്ക്. ഒരു വാക്കിന് രണ്ട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതിന് മലയാളത്തിലെ വ്യാകരണത്തിൽ ഒരു പദമുണ്ട്. പെട്ടെന്ന് എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല. ഒന്നറിയണം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് ഈ യോഹന്നാൻ എപ്പോഴും സഭയുടെ പ്രതിനിധിയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം വളരെ പണ്ഡിതന്മാരായിട്ടുള്ള പലരും കൊടുത്തിട്ടുണ്ട്. താൻ സ്നേഹിച്ച ശിഷ്യൻ, ഈ ശിഷ്യൻ അറിയുന്നു എന്നൊക്കെ പറയുന്നത് വിശുദ്ധ യോഹന്നാനെ
ആദ്യമായി റിപ്രസെന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു സഭയെയും എന്നാ പറയുന്നത്. അപ്പൊ താൻ സ്നേഹിച്ച ശിഷ്യൻ അടുത്തു നിൽക്കുന്നത് കണ്ട് എന്നുള്ളതിന് രണ്ടർത്ഥങ്ങൾ കൈവരുന്നു. ഒന്ന്, താൻ സ്നേഹിച്ച, തന്നെ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് പറയുന്ന നേരിട്ടുള്ള അർത്ഥം. രണ്ടാമത്, വ്യംഗ്യാർത്ഥത്തിൽ അത് സഭയാണത്രേ. അപ്പോ നമുക്ക് വളരെ വ്യക്തമാണ്, ഈ രണ്ടമ്മമാര് തമ്മിലുള്ള ഒരു തരം ആരോഗ്യകരമായ കിടമത്സരത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ രണ്ടമ്മമാരുടെ സ്തന്യം ഒരേ സമയം പാനം ചെയ്യാനുള്ള വലിയ ഭാഗ്യമുള്ളവന്റെ പേരാ കത്തോലിക്ക വിശ്വാസി. അതുകൊണ്ട് ഈ കത്തോലിക്ക വിശ്വാസം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ത്രികാല ജപം ചൊല്ലുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. കത്തോലിക്ക വിശ്വാസി ത്രികാല ജപം ചെല്ലാൻ കടപ്പെട്ടതാണെന്നാണ് ഒരമ്മ പറയുന്നത്. ആ അമ്മയുടെ പേര് തിരുസഭ. അത് ത്രികാല ജപം ആഹാരത്തിന് ശേഷം 3 നേരം, ആഹാരത്തിന് മുമ്പ് 3 നേരം ചെല്ലണം. ഇതിനകത്ത് ഒരുപാട് പേര് ആതുര ശുശ്രൂഷ രംഗത്തുള്ളവരാ, അവർക്കറിയാം അത്ര അത്യാവശ്യം ഉണ്ടെങ്കിലേ 3 നേരം നിങ്ങൾ മരുന്ന് കൊടുക്കുകയുള്ളൂ. അനുപേക്ഷണീയമാണെങ്കിൽ, അത്രയേറെ അനുപേക്ഷണീയതയുള്ള ഒരു ജപമാണ് അത്ര അത്. ഒന്നുകൂടെ രഹസ്യമായിട്ട് പറയട്ടെ, അകത്തോലിക്കരായിട്ടുള്ള പലർക്കും ഇതൊരു ഇടർച്ചക്കല്ല. നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ ഞാൻ സമ്മതിക്കാമായിരുന്നു. എന്തിനാ ഈ മറിയത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? അത് 3 നേരം. മറിയത്തിന്റെ കാര്യം പറയുന്നത് എന്തിനാ 3 നേരം? ഇതാണ് ചോദ്യം. അപ്പോ തിരുസഭ പറയുന്നത് നിങ്ങൾ മറിയത്തെ കുറിച്ച് ഓർക്ക്, മറിയം പറയുന്നത് നിങ്ങൾ തിരുസഭയെ കുറിച്ച് ഓർക്ക്. അപ്പോ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ത്രികാല ജപം, സാധാരണ ത്രികാല ജപം, ഇതിനെക്കുറിച്ചിട്ടല്ല, ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു ബുധനാഴ്ച തൊട്ടിട്ടുള്ള 5 ദിവസത്തെ കാര്യം അല്ല ഞാൻ പറയുന്നത്. ഇത് വളരെ ആത്മീയമായിട്ട് നമ്മൾ ഒരുങ്ങുന്ന, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പീഡാസഹനത്തിന്റെ അറിയാം. ബാക്കി ഞാൻ വിശദീകരിക്കുന്ന കാര്യമില്ല. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒന്ന് നമ്മൾ ചൊല്ലുന്നു. അതിനുശേഷം മുഴുവൻ ഹല്ലേലൂയായും അതുപോലെ തന്നെ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നാ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഞായറാഴ്ച വരെ അല്ലെ, അതുവരെയാണ് ഇത് നമ്മൾ ഉള്ളത്. അതിനുശേഷം നമ്മൾ വീണ്ടും ചൊല്ലുന്നത് വളരെ പ്രസിദ്ധമായ ആഞ്ചലൂസ്. ഇതാ കർത്താവിന്റെ ദാസ്യനിന്റെ വരുമ്പോൾ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനെ മരകം ധരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗതി. എന്തുകൊണ്ടാണ് നിരന്തരം മറിയത്തെ ഓർക്കാൻ, നിരന്തരം മറിയത്തെ സ്മരിക്കാൻ സഭ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഈ ത്രികാല ജപത്തിലൂടെയൊക്കെ ഒന്നുകൂടെ നിങ്ങൾ അറിയണം, വേറൊരു സഭയും ഇത്രമേൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മറിയ ഭക്തിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മലങ്കര സഭയും യാക്കോബായ സഭയൊക്കെ അതിമനോഹരമായ കുക്കിലിയോനുകളാണ് മറിയത്തെ കുറിച്ച്. രോമാഞ്ചമുണ്ടാകുന്നതാണ് അവരുടെ സ്തുതിഗീതങ്ങൾ. നമ്മുടേതും അതെ, നമ്മൾ പലതും കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ദിവസത്തെ റംഷായിലുണ്ടായിരുന്ന ഒരു സ്തോത്രഗീതം അതിമനോഹരമാണ്. എല്ലാ ഇതിലും അതെ, യാമപ്രാർത്ഥനകളിലാണ് കൂടുതൽ മറിയത്തെ സ്തുതിച്ചുകൊണ്ടുള്ളത്. അപ്പോ ഞാൻ പറയുന്നത്, എങ്കിൽ പോലും ഈ 3 നേരത്തെ മറിയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, ആധാരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ദൈവത്തോട് സംവിധാനം ചെയ്തിരിക്കുന്ന വേറൊരു സമൂഹമില്ല, വേറൊരു കത്തോലിക്ക വിഭാഗം, വേറൊരു ക്രിസ്തീയ വിഭാഗമില്ല. മാത്രമല്ല 1598 മുതൽ ഇങ്ങോട്ട് 1993 വരെ 30 മറിയത്തെ കുറിച്ചിട്ടുള്ള പ്രബോധനങ്ങളുണ്ട്. ഈ നമ്മുടെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാല്, നിങ്ങളുടെ കാര്യം എനിക്കറിയാമല്ല, ഞാൻ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് ആദ്യം കാണുന്ന വിശുദ്ധൻ ആരാണ് എന്ന് എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്കൊരു വിശുദ്ധനെ തൽക്കാലം കാണണ്ട, അവരൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, മുഖപരിചയം ഉണ്ട് താനും. എനിക്ക് കാണേണ്ട ഒരാളുണ്ട്, ലയോ 13 മാർപ്പാപ്പ. വിശുദ്ധനൊന്നുമല്ല, 15 എണ്ണമാ ചമച്ചിരിക്കുന്നത് മറിയത്തെ കുറിച്ച്. അപ്പസ്തോലിക പ്രബോധനവും ചാക്രിക ലേഖനവും ബൂളായും അതും ഇതും ഒക്കെ ആയിട്ട് 15 എണ്ണം. സ്പർശിക്കാത്ത മേഖലകളില്ല. അതിഭീകര അദ്ദേഹത്തിൻ്റെത്. ജപമാലയും ജീവിതവും എന്നതിനെ സംബന്ധിച്ച്
ഒക്ടോബർ മാസത്തിലെ ആചരണത്തെ സംബന്ധിച്ച് സൊപ്പെ നോമൂര എന്ന് പറഞ്ഞിട്ട്, മഹാദൈവമാതാവ് എന്നതിനെ സംബന്ധിച്ചിട്ട് മാന്യ ദൈ മാത്രിസ് എന്ന് പറഞ്ഞിട്ട് ഓരോ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി. പിന്നെ ഏറ്റവും വലിയ മഹാപ്രതാപവതിയായ കന്യകാമറിയത്ത്, അഗുസ്തുസീമേ വെർജിനിസ് മാരിയമേ, എത്രയാണ് അദ്ദേഹത്തിന്റെ വിഷയങ്ങളുടെ ആധിക്യം തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഇനി ഏറ്റവും എന്താ പറയുക, അടിസ്ഥാനമായി ആധുനിക മരിയോളജിയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് മരിയോളജിയുടെ ആധുനിക അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് രക്ഷകന്റെ അമ്മയാണ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ രഥം തോരിസ് മാത്തേർ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നെ മാത്രമല്ല പോൾ ആറാമന്റെ മരിയാരിസ് കുൾട്ടോസ്, മരിയ വണക്കത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനവും വളരെ അപ്പസ്തോലിക ലേഖനവും വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല മറിയത്തിന്റെ ജപമാല എന്ന് പറഞ്ഞിട്ട് ജോൺ പോൾ രണ്ടാമന്റെ അതിമനോഹരമായ ജപമാലയെ സംബന്ധിക്കുന്ന നമ്മുടെ ധാരണകളെ കടപുഴക്കിയെറിയുന്ന മറ്റൊരു ചാക്രിക ലേഖനം കൂടെ. എന്താണ് പിന്നെ ജപമാല എന്നതിനെ കുറിച്ച് നമുക്കുള്ള സകല ധാരണകളെയും ഒരു വേള കടപുഴക്കിയറിയാൻ പര്യാപ്തമായ ഒന്നാണ് മറിയത്തിന്റെ ജപമാല എന്ന തന്റെ ആ വിശ്വശ്രുതമായ ഗ്രന്ഥം. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം കൂടെ അവർ ഒറ്റ വാക്കി പറയാമോ എന്ന് ചോദിച്ചാൽ ഇതേ ഉത്തരമുള്ളൂ. എന്തെങ്കിലും ഒന്ന് മറിയത്തോട് ചോദിക്കുന്നതല്ല ജപമാല. ജപമാല എന്നതൊരു ധ്യാനമാണ്. മറിയത്തിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട്, ശ്രദ്ധിക്കണേ, നമ്മുടെ ആംഗിളിൽ നിന്നുകൊണ്ടല്ല, മറിയത്തിന്റെ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യങ്ങളെ മറിയം കണ്ടതുപോലെ വീക്ഷിക്കുന്നതിന്റെ പേരാണ് ജപമാല. ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? മറിയം എങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടത് എന്നുള്ളതിന്റെ പരിശീലന കളരിയാണ് അത്രയും ജപമാല. അപ്പോഴേ നമുക്ക് ഈ മറിയത്തിന്റെ ആംഗിളിൽ കൂടെ നോക്കുമ്പോഴാണ് ഈ ഒന്നുമില്ലായ്മയോടുകൂടെ ഇറങ്ങിപ്പോന്ന മറിയത്തെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നും കയ്യിലില്ലാതെ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാതെ ഇന്നലെ കാൽവരിയിൽ നിന്നിറങ്ങി ഇന്ന് അവൾ എവിടെയായിരിക്കും നിങ്ങൾ ഊഹിക്കാമോ? ഇന്നത്തെ ദിവസം അവൾ എവിടെയായിരിക്കും? മറിയം കിടക്കുന്നത് ഏത് വീട്ടിലാണ്? എന്നെ ശശ്മാന മൂഹത മ്യൂട്ട് ചെയ്യുകയാണല്ലോ, ശരി, സ്വത്രം. അപ്പോ ഇന്ന് യോഹന്നാന്റെ വീട്ടിലത്തെ ആദ്യത്തെ അന്തി ഉറങ്ങുന്ന ദിവസമാണ്. ഇതാ നിന്റെ മകൻ എന്ന് വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. ആ കാലഗണനാ സമ്പ്രദായത്തിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോ അറിയാം, ഇന്നലെ ചാവരുളായിട്ട് അവൻ പറഞ്ഞത് ഇത് നിന്റെ അമ്മയാന്നാ. അപ്പ പിടിച്ചതാ തോളയിലോട്ട്, അപ്പ ചേർത്തതാ അവന്റെ മാറയിലോട്ട് മറിയത്തെ. എന്നിട്ട് അവൻ വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുന്ന ദിവസമാ ഒന്നുമില്ലായ്മയുടെ ദിവസം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുമില്ലായ്മയിൽ ദൈവത്തിന്റെ എന്താ പറയുക, അതിമനോഹരമായ കരസ്പർശം അറിയണമെന്നുണ്ടെങ്കിൽ ജപമാല വേണം. ജപമാലയിലാണ് നമ്മൾ ഈ സ്വയം ശൂന്യനായിട്ട് ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നത്. നമ്മളെ തന്നെ ശൂന്യമാക്കിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ആ ശൂന്യതയാ മറിയത്തിന് ലഭിച്ചതും മറിയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കാരണമായത്. ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ, ഒന്ന് മാത്രമേ ഉള്ളൂ മുതല്, അത് പ്രത്യാശയാണ്. പ്രത്യാശ താരമായ ഗോപുരമായിരിക്കുന്ന മറിയം, അവളെ വിളിച്ചിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അത് ആരംഭിക്കാം. ഇത്രയും സുദീർഘമായ സുദീർഘമൊന്നും പറഞ്ഞുകൂടാ അല്ലെ, ഇത് ചെയ്തത് ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിയാ. നമുക്ക് 2 അമ്മമാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ 2 അമ്മമാര് തമ്മില് ഉള്ള ആരോഗ്യകരമായ ഒരു കിടമത്സരത്തിന്റെ സന്തതിയാണ് നമ്മളെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ അതിന്റെ ഫലമായി നമ്മളോട് ദിവസം 3 നേരം ചൊല്ലാൻ പറയുന്ന ഈ സാധനം എന്താണ് എന്നുള്ളത്, ഈ ജപമാലയെ നമുക്കൊരു ക്രിട്ടിക്കൽ അനാലിസിസ്, ഒരു വിമർശനാത്മക സമീപനം നമുക്ക് ചെയ്യാം.
3 കാര്യങ്ങളെ അതിനകത്തുള്ളൂ ത്രികാല ജപത്തില്. ഏത് ഇന്നത്തെ ത്രികാല ജപത്തിലല്ല ഞാൻ പറയുന്നത്, സാധാരണ ത്രികാല ജപമായ പിന്നെ കർത്താവിന്റെ മാലാഖ. ഒന്ന്, ദൈവത്തിൽ നിന്നൊരു സന്ദേശം ലഭിക്കുന്നു. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നു മാലാഖ വഴിയെ. മനുഷ്യനിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അതാണ് രണ്ടാമത്തെ പാദത്തിൽ നമ്മൾ പറയുന്നത്, ഇത് കർത്താവിന്റെ ദാസ്, അല്ല പരിശുദ്ധ അല്ലെ പിന്നെ ഇത് കർത്താവിന്റെ ദാസ്, നിന്റെ പകരം പോലെ എന്റെ. ഇതിന്റെ ഫലം എന്താണ് എന്ന് മൂന്നാമത് പറയുന്നു. ഇതിന്റെ ഫലം നിത്യമായ ദൈവസാമീപ്യമാണ്. വളരെ സിമ്പിൾ ആ സംഗതി. ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നു. രണ്ടാമതായിട്ട് മനുഷ്യനിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് നിത്യമായ ദൈവ സാമീപ്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നു. അതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവത്തെ വിചാരിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. ഈ ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് ഈ ലോകത്തിന്റെ അവസാനം വരെ, നമ്മുടെ അവസാനം വരെ, അഥവാ ലോകത്തിന്റെ അവസാനം വരെ നമ്മുടെ ഇടയിൽ വഹിച്ചു എന്ന് മാത്രമായിട്ട് അർത്ഥത്തെ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ നിത്യതയുടെ മഹിമയെ കൂടി അത് ലക്ഷ്യം വെക്കുന്നുണ്ട്. നിത്യതയുടെ മഹിമ. എന്റെ കർത്താവേ, സത്യമായും അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. സുവിശേഷത്തെ നമ്മൾ കുർബാനയിൽ നമ്മള് ലുഖ്മാറായിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അതുപോലും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യനിലേക്ക് അവന്റെ ജീവിതകാലത്ത് ദൈവം തരുന്ന സന്ദേശത്തെ മനുഷ്യൻ ഒരു പ്രതികരണത്തിലൂടെ സ്വീകരിക്കുമ്പോൾ നിത്യമായ ദൈവ സാമീപ്യത്തിലേക്ക്, നിത്യഭാഗ്യത്തിലേക്ക് നാം അടുക്കുന്നു എന്ന് കൂടെ അത് അർത്ഥം വെക്കുന്നു. ഇത് കൂടുതൽ എന്താ ഒരമ്മ നമുക്ക് പറഞ്ഞു തരേണ്ടത്? തിരുസഭ എന്തിനാ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമല്ലേ ഉള്ളൂ. ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ എത്തിച്ചേരാനുള്ള ഉറപ്പേറിയ മാർഗമാണ്, കൃത്യമായ മാർഗമാണ് തിരുസഭ. അങ്ങനെ ദൈവത്തിങ്കലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തിരുസഭയ്ക്ക് മറിയത്തിന്റെ ജീവിതമല്ലാതെ മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒരമ്മ മറ്റേ അമ്മയെ കാണിച്ചിട്ട് പറയുന്നു, ആ അമ്മയെ ഒന്ന് നോക്ക് നിങ്ങളെന്ന്. യഥാർത്ഥത്തിൽ ഈ രണ്ടമ്മമാരും ഒന്നിലാ വസിക്കുന്നത്. അവര് തമ്മില് എന്താ പറയുക, ഭേദമില്ലാത്ത മാതിരി അത്രമേൽ ഐക്യത്തിലാണ് അവരുള്ളത്. ഇനി നമുക്ക് ഈ ദൈവത്തിൽ നിന്ന് വന്ന സന്ദേശവും അവൾക്ക് വന്ന സന്ദേശവും നമുക്ക് വരുന്ന സന്ദേശവും തമ്മിൽ നമുക്കൊന്ന് തുലനം ചെയ്ത് നോക്കാം. അതിനു മുമ്പ് സുവിശേഷാനുസാരി അല്ലാത്ത ഒരു വാക്ക്, ജോസൂട്ടി എന്തെങ്കിലും കാരണത്താൽ ഇത് ഓഫാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഉടനെ തന്നെ മൊബൈലിൽ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, കേൾക്കുന്നുണ്ടാവും? ഓക്കെ, താങ്ക് യു. അപ്പോ മറിയത്തോട് എന്താണ് വിശുദ്ധയല്ല ഗബ്രിയിൽ പറഞ്ഞത്? വിശുദ്ധ തന്നെ, എന്നാൽ ഗബ്രിയിൽ പറഞ്ഞത് എന്താ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് നമ്മൾ ഈ പരിശുദ്ധ മറിയത്തോട് യേശുമിശിഹാ തമ്പുരാന്റെ ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദേവദൂതൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. 26-ാം തിരുവചനം 1:26. 6-ാം മാസം ഗബ്രിയേൽ ദേവദൂതൻ ഗലീലയിൽ നസറേത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാനിത് വിവരിക്കുന്നില്ല. സംഗതി ഇത്രയുള്ളൂ. 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതാ വാക്ക്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതിനകത്ത് ഗ്രീക്കിൽ പറഞ്ഞത്, ഈ ദൈവകൃപ നിറഞ്ഞവളെ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഹെയ്രെ കെഹേരിത്തോമനെ എന്നാണ്. ഹെയ്രെ കെഹേരിത്തോമനെ.
ഒന്ന് നമ്മൾ അറിയണം, എന്തുകൊണ്ടാണ് നമ്മൾ അവളെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത്, ദൈവം അവളെ വിളിച്ചത്. അടുത്ത ചോദ്യം, അത് ദൈവം കൊടുത്തിട്ട്, അത് അതിന്റെ ഉത്തരം അവിടെ ഉണ്ട്, അത് ദൈവം കൊടുത്തിട്ടാ. എപ്പ കൊടുത്തിട്ട്? ഇവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. എപ്പ കൊടുത്തിട്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പല വിധത്തിൽ ലഭിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാല്, ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ള വാക്കുള്ളത് കൊണ്ട് അത് നിഷേധിക്കാൻ പറ്റിയല്ല എന്ന് പെന്തക്കോസ്തുകാരന് അറിയാം. അതുകൊണ്ട് അവൻ പറയും, ഇപ്പ കൊടുത്തതാ. അത് ഈ സമയത്ത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തതാ, അല്ലാതെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല. മുട്ടത്തോടും പോലെയാ. അല്ല, അത് തന്നെ, മുട്ടത്തോടും പോലെ തന്നെ. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുട്ടത്തോട് പോലെ ഈശോ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് തോടാകുന്നു. അപ്പൊ അതാണോ വാക്കിന്റെ അർത്ഥം? നമ്മളൊന്ന് ചിന്തിച്ചാൽ നല്ല. ഹെയ്രേക്ക് ഹെരിത്തോമനെ, ദൈവകൃപ നിറഞ്ഞവളെ, ഈ വാക്ക് ഞാനിപ്പോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അതിലൊരാളെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ പറയും. ഉദാഹരണത്തിന് നമ്മുടെ മുറോന്മാർ ജോസഫ് അറക്കൽ അവിടെ ഇരിപ്പുണ്ട്, ഇല്ലേ? ജോസഫെ ഒന്ന് കൈവന്നിച്ച്. ജോസഫ് അറക്കൽ ഉണ്ടോ? അല്ല വേണ്ട, ജോസഫ് ഈസി ആയാലും അറക്കല് കിട്ടി. ജോസഫ് അറക്കൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയായിരുന്നു. ഇതിനിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് പൈസ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കേട്ട അപ്പൊ ഉറക്കം വരും. എനിക്ക് തന്നെ ഉറക്കം വരുന്നുണ്ട്, പിന്നെ അത്രയും മക്കൾക്ക് എന്തായാലും ഉറക്കം വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് നടത്തും. ജോസഫ് ഇട്ടിരിക്കുന്ന ചുവന്ന ഒരു കുപ്പായ, ചുവന്ന കുപ്പായം ഇട്ടവനെ എന്ന് ഞാൻ വിളിച്ചാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ചുവന്ന കുപ്പായ ഇട്ടവനെന്നാ. ഇന്നലെ ചുവന്ന കുപ്പായ ഇട്ടു എന്ന് അർത്ഥമില്ല. അതായത് താൽക്കാലിക വിശേഷണമാണ്. ഹെയ്രേക്ക് ഹെരിത്തോമനെ, ദൈവകൃപ നിറഞ്ഞവളെ എന്നത് എങ്ങനെ വ്യവച്ഛേദിച്ചാലും താൽക്കാലികം എന്നല്ല അതിന്റെ അർത്ഥം. അതേസമയം ഇവിടെ അങ്ങനെ പറയാൻ ഒരാളില്ല, സകലത്തിനും കഷണ്ടിയാ. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ എന്താ പറയാൻ പറ്റുക? എന്നാലും ഞാൻ പറയാ, ഇതിനകത്ത് നിങ്ങളിൽ ഒരാൾക്കൊരു നീലക്കണ്ണാണെന്നിരിക്കട്ടെ. നീലക്കണ്ണാണെന്നോ അല്ല ഒരു പച്ചക്കണ്ണാന്നിരുന്നോട്ടെ, അതൊരു അഴകുള്ള കണ്ണ, പച്ചക്കണ്ണ്. ഇവിടെ എന്ന് വിളിച്ചാല് ഇവിടെ 3 മറിയം എന്തോ? ഇവിടെ 3 മറിയല്ലേ? എല്ലാം മറിയല്ലേ? റോസ് മറിയം, പ്രീത മറിയം, റേച്ചൽ മറിയം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ അമ്മ, എനിക്ക് കഴിയല്ല. അപ്പോ ഇപ്പൊ ജോസഫിനെ ഞാൻ ചുവന്ന ഷർട്ടിട്ട ആളെ എന്ന് വിളിച്ചാല് എല്ലാ ദിവസവും ചുവന്ന ഷർട്ട് ഇടുന്നു, ചുവന്ന ഷർട്ട് അയാളുടെ അവിഭാജ്യ ഘടകമാണെന്നും ഒന്നും അർത്ഥമല്ല. ഇന്ന് കഷ്ടകാലത്തിന് ഒരു ചുവന്ന ഉടുപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിലല്ല ദൈവകൃപ നിറഞ്ഞവളെ എന്ന പ്രയോഗം ഹെയ്രേക്ക് ഹെരിത്തോമനെ എന്നത്. പ്രത്യുത ഒരു നാമവിശേഷണം എന്നതിനേക്കാൾ ഉപരി അതിന്റെ വാക്ക് നമ്മൾ വ്യവച്ഛേദിക്കുമ്പോൾ സ്വഭാവ ഗുണത്തിന്റെ വിശേഷണം എന്നുള്ളതാണ്. സത്താവിശേഷണം എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം. ഇപ്പൊ പച്ച കണ്ണുള്ള ഒരാളോട് ഞാൻ പച്ച കണ്ണുള്ളയാൾ എഴുന്നേറ്റ് നിൽക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പച്ച കണ്ണുള്ളതെന്നല്ല അർത്ഥം. ഇന്നലെയും പച്ചക്കണ്ണ, നാളെയും പച്ചക്കണ്ണായിരിക്കും. കണ്ണ് തുറന്നപ്പോ തൊട്ട് കണ്ണടയ്ക്കുന്നതും വരെ അയാളുടെ കണ്ണ് പച്ച നിറത്തിലുള്ള കണ്ണായിരിക്കും. മറിയം അവളുടെ ജനനാൽ കൃപ നിറഞ്ഞവളാണ് എന്നത് സ്ഥാപിക്കാൻ ഈ ഒരൊറ്റ കാര്യം മതി. ഹെയ്രേക്ക് ഹെരിത്തോമനെ എന്നൊരു വാക്ക് മതി. അടുത്ത ചോദ്യം, അങ്ങനെ ദൈവകൃപ നിറഞ്ഞവളാണെങ്കിൽ അവൾക്ക് ഈ ദൈവകൃപ എവിടുന്ന് കിട്ടി? മറിയം ഉത്ഭവം ഇല്ലാതെയാണ് പ്രസവിക്കപ്പെട്ടതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എവിടുന്നാണ് മറിയത്തിന് ഈ ഉത്ഭവപാപമില്ലായ്മ ലഭിച്ചത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം സത്യം പറയാൻ നിങ്ങൾ മ്യൂട്ട് അടിച്ചിരിക്കുന്ന ഒരു സേഫ് സോണിലായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുക, ഒന്ന്, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. 2, അതുകൊണ്ട് അങ്ങോട്ട് ദൈവകൃപ പാപം ഇതിനകത്ത് ഉണ്ടാകണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു ദൈവം. ഒരു ദിവസം രാവിലെ ദൈവം മറിയത്തെ സൃഷ്ടിക്കാൻ അങ്ങ് തീരുമാനം എടുത്തു. മറിയം എന്ന് പറയുന്ന അവളെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം തീരുമാനിച്ചു
വേണ്ട, ഇവളിൽ കൂടെയാണല്ലോ വേണ്ടത്, എന്നാ പിന്നെ ഇവക്ക് ഇത് വേണ്ട. രണ്ടാമത്, അപ്പൊ ഓപ്ഷൻ 1 പിതാവായ ദൈവത്തിന്റെ തിരുമനസ് പ്രകാരം. ഓപ്ഷൻ 2 പരിശുദ്ധാത്മാവിന്റെ ആവാസം കൊണ്ട് ഇവരുടെ ഉത്ഭവഭാവം അടക്കം മാഞ്ഞുപോയി. ഓപ്ഷൻ 3 യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ യോഗ്യതയാൽ. അവിടെ അപ്പൊ ഒരു ഭാവി ഭൂത ബന്ധത്തിന്റെയൊക്കെ ഒരു പ്രശ്നം വരും. എന്നാലും ഞാൻ ചോദിക്കുക, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് എന്ന് ഉത്തരവുള്ളവൻ 1 എന്ന് കൈവന്തിച്ചാൽ മതി. അല്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ യോഗ്യതയാലാണ് എന്നുള്ളവർക്ക് 2 ചെയ്യാം. അല്ല, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണ് ഇവളുടെ ജീവിതത്തില് ഈ ദൈവകൃപയുണ്ടായതും ഉത്ഭവ പാപം ഇല്ലാതെ പോയതും എന്ന് അഭിപ്രായപ്പെടുന്നവർക്ക് 3 കാണിക്കാം. ഇനി ഇത് എല്ലാം കൂടെ ആണെന്നുള്ളവർക്ക് 10 കാണിക്കുക. ഇതാ ഇവിടെ 2 കാണിച്ചു. ഈ 2 എനിക്കൊരു ചോദ്യമുള്ളത്, ഈശോ അവളുടെ വയറ്റിലല്ലേ ഉണ്ടായത്? പക്ഷെ അതാണ് സത്യം. യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ യോഗ്യതയാൽ അല്ലാതെ മാനവകുലത്തിൽ ഒരുവൻ പോലും, അടിയിൽ വരയിട്ടു, ഒരുവൻ പോലും പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നില്ല. മറിയത്തിന് മുന്നനുഭവമായി അത് ലഭിച്ചു എന്ന് മാത്രമേ. ഉടനെ നിങ്ങൾ ചോദിക്കും, മുന്നനുഭവമായിട്ടോ? അങ്ങനെ മുന്നനുഭവം ഉണ്ടാകുമോ? പിന്നെന്താ ഉണ്ടാകാതെ? ഹെബ്രായ ലേഖനത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ഹെബ്രായ ലേഖനം 11:33 വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളെ പറ്റി പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു എന്താ പറയാ, വീട്ടിൽ ഹോംവർക്കും കൂടെ ആയിട്ട് പറയട്ടെ. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദാപമാനങ്ങൾ ഈജിപ്തിലെ എന്തോ ഒന്നിനേക്കാളും വിലയുള്ളവനായിട്ട് ആരാണെന്ന് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം, നിന്ദാപമാനങ്ങൾ ക്രിസ്തുവിന് മുമ്പ് ആരംഭിച്ചോ? ചുമ്മാ വെറുതെ ഇരിക്കുന്നവനെ പിടിച്ച് കുഴിയിലിടാൻ നല്ലൊരു രസമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുഴിയിലിടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കേ, മുന്നനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തീരുമാനപ്രകാരം ക്രൂശീകരണത്തിന്റെ യോഗ്യതയാൽ അവിടുന്ന് സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ഉത്ഭവഭാവം ഇല്ലാതെ വന്നു. ഇപ്പൊ ഇതിനകത്ത് ഈ ഉത്ഭവഭാവത്തിന്റെ കറയുള്ള ആളുകൾക്കൊക്കെ 1 എന്ന് പറയാം. പറഞ്ഞു, ഉത്ഭവഭാവം ഉണ്ടായിട്ട് ജനിച്ചു എന്നല്ല, ഉത്ഭവഭാവം ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈവന്തിച്ചു. ഒന്നാ പൊന്തിക്കല്ല, കൈ താളന്ന മാതിരി താത്തിയിടും. ഇപ്പൊ ഉത്ഭവഭാവം ഇല്ല, ഉണ്ടോ? ഇന്നിപ്പം ഉത്ഭവഭാവത്തിന്റെ സ്വാധീനം ഇല്ല. എന്ത് കാരണത്താലാ ഇല്ലാത്തത്? ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ യോഗ്യതയാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ യോഗ്യതയാൽ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതമായി. നമ്മൾ മാമോദിസായുടെ എന്താ പറയാ, മാമോദിസ അനുസ്മരണമൊക്കെ ഇതാ ചെയ്തോണ്ടിരിക്കുക. ഇപ്പോഴേ നമുക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ മാമോദിസ എന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു ആഘോഷമായിരുന്നു. ഞാനിപ്പോഴും ലൈസോട് ഇന്ന് പറഞ്ഞതാണ്, ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ പോലും അതിഭയങ്കരമായിരുന്നു. രാവിലെ ഉറങ്ങി കിടന്നോണ്ടിരുന്ന എന്നെ കുറിച്ച് കുറച്ചുകൂടെ പാപം കുടിപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരു വഴിക്ക് പോകാനായി. എന്നിട്ട് അയൽവക്കത്തെ ചേട്ടത്തി എന്റെ വകയിലെ ഒരു അമ്മാവനും കൂടെ വീട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇത് വാർത്താഹ തീർന്നു. ഇപ്പോഴല്ല ഇതൊക്കെ ഒരു ആഘോഷമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അത് ആഘോഷിക്കുകയാണ്. ഉത്ഭവഭാവം പോയത് നമ്മൾ ആഘോഷിച്ച ദിവസമാണ്. തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾക്ക് ഇവിടെ നല്ല ഒരു ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കാർമ്മികത്വത്തിലുള്ള മാമോദിസ നവീകരണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും ഹെയ്രെ കെഹരി തോമനെയാണ് ചുരുക്കം. ദൈവകർമ്മ നിറഞ്ഞവളാണ്. അതാ അവിടെ ഇരിക്കുന്ന 3 കാടസൻ മറിയോ അടക്കം സകലരും മറിയത്തിനെ വിളിച്ച അതേ വിളി ഇന്ന് നമ്മളെ വിളിച്ചോണ്ടിരിക്കുക ദൈവം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇതാ പറഞ്ഞോണ്ടിരിക്കുന്നത് സംഗതി. കർത്താവ് നിന്നോട് കൂടെ. ഇതിൽ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം കർത്താവ് എന്റെ കൂടെ എന്നത്. മാത്രമല്ല, കിടക്കുന്നതിന് മുമ്പ് ചുമ്മാ വഴി കൂടെ പോകുന്ന പിശാചിനെ വിളിച്ചിട്ട് വരട്ടിയിട്ട് വിടും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആർക്കെങ്കിലും എനിക്കെതിരെ നിൽക്കാൻ കഴിയും?
അവൻ ഇതിൽ കിടന്ന് ഒരു ആഗ്രഹം ഉണ്ടാകില്ല. അവനവന്റെ വഴിക്ക് വേറെ ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ട് ആ വഴിക്ക് പോകുമ്പോൾ അവനെ പിടിച്ചിട്ട് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് പിന്നെ കർത്താവിന്റെ പക്ഷത്ത് ഇടത്ത് വശത്ത് 1000-ങ്ങളാകട്ടെ വലതുവശത്ത് 10,000-ങ്ങളാകട്ടെ വീഴട്ടെ, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ പക്ഷത്താണ്. ഇതല്ലേ മറിയത്തോട് പറഞ്ഞത്, കർത്താവ് നിന്നോട് കൂടെ എന്ന്. കർത്താവ് നിന്നോട് കൂടെ എല്ലാ മനുഷ്യനോടും പറയുന്ന അതേ കാര്യങ്ങളാ മറിയത്തോട് പറഞ്ഞത്. ഉടനെ മറിയം എന്താ പറഞ്ഞത്? ഉടനെ തന്നെ മറിയം കൈകൂപ്പി തലയിൽ ആ നെറ്റിട്ട് വളരെ ഭക്തിയോടുകൂടെ പറഞ്ഞ്, ഇത് കർത്താവിന്റെ ദാസി. ഉവ്വ അത് കുറച്ച് പറയും. ഓതോ ബുദ്ധിയുള്ള ആളാ മറിയം. മറിയത്തിന് ഇതിന്റെ അപകട സാധ്യതകൾ അറിയാം. അതിന്റെ മാനുഷികമായ തലം എങ്ങനെയാണ്, ഒരു കുഞ്ഞുണ്ടാകുന്നതിന്റെ മാനുഷികമായ തലം എങ്ങനെയാണെന്ന് നന്നായി അറിയാവുന്ന അറിവും ബോധവും വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ള ആളാണ് മറിയം. അതുകൊണ്ട് തന്നെ അവള് പറഞ്ഞു ഇതൊന്നും നടക്കില്ല. എങ്ങനെയാ കൊച്ചുണ്ടാകുന്നതെന്നുള്ളത് മിനിമം അറിയാവുന്ന ഒരാളാണ് മറിയം. അവള് പറഞ്ഞു ഞാൻ പുരുഷനെ അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മേൽവിലാസം അറിയാൻ മേലെന്നല്ല, ടു എക്സ്പീരിയൻസ്. അതാണ് പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ദൈവം നമ്മളോട് മറുക്രിസ്തു ആകാൻ പറയുന്ന അതേ സംഗതിയെ എവിടെയും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫ്രാൻസിസിനെ നമ്മൾ മറുക്രിസ്തു എന്നൊക്കെയാ പറയുക, ഫ്രാൻസിസ് അസീസിയെ. ആ ഫ്രാൻസിസ് അസീസി ബാധിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇത്ര തന്നെയുള്ളൂ, ലോകത്തിൽ ക്രിസ്തു ആകാൻ വേണ്ടിയുള്ള വിളി വളരെ സിമ്പിളാണ്. അതേ മറിയത്തോട് പറഞ്ഞുള്ളൂ, നിന്നിൽ നിന്ന് ക്രിസ്തു പുറപ്പെടണം. എന്ത് സിമ്പിൾ എന്ന് ആലോചിച്ച് നോക്കി. നിന്നിൽ നിന്ന് ക്രിസ്തു പുറപ്പെടണം. അവൻ സർവശക്തൻ എന്ന് അവൻ അറ്റുന്നതെന്ന് വിളിക്കപ്പെടും, അതൊക്കെ വേറെ കാര്യം. പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതേ ഉള്ളൂ, മറിയത്തിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണം. അതിനൊരു ഉദ്ദേശമേ ഉള്ളൂ, ക്രിസ്തു സ്പർശനീയമായ വിധത്തിൽ വചനം മാറണം. അതാണ് കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. വചനം മാംസമായി എന്നാണ് മറിയം അവിടെ തിരുസഭ പ്രയോഗിച്ചിരിക്കുന്ന വാക്യം. ക്രിസ്തു പ്രസവിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വചനം മാംസമായി. ലോഗോസ് എന്ന് പറയുന്ന സംഗതി സ്പർശനീയമായ വിധത്തിലായി. അതുപോലെ തന്നെ ഈ വചനം മാംസമായി എന്ന വാക്ക് വിശുദ്ധ യോഹന്നാന്റെ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്കറിയാമല്ലേ? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും കരൾ തൊട്ടറിഞ്ഞതുമായ വചനത്തെ അത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ വചനം മാംസമായിട്ട് വരണം, ടാഞ്ചിബിൾ ആകണം. ഫ്രം ഇൻടാഞ്ചിബിൾ ടു ടാഞ്ചിബിൾ. അസ്പർശ്യത്തിൽ നിന്ന് സ്പർശ്യത്തിലേക്ക് കടക്കണം. മറിയത്തോട് പറഞ്ഞതാണ്. നമ്മൾ മറിയത്തിന്റെ മക്കളായതുകൊണ്ട് അതിന്റെ ശക്തിയേറിയ തെളിവിൽ സ്വാധീനിക്കപ്പെട്ട് നമ്മൾ പറയുന്നു, എങ്ങനെ നടക്കാനാ അങ്ങനെ നമ്മൾ പറയുക. അല്ലാതെ ഉവ്വ് എന്ന് പറയുന്ന അത് അപ്പൊ തന്നെ കള്ളത്തരം. അതപ്പൊ തന്നെ. കാരണം പ്രതിസന്ധി ഇല്ലാത്ത വിളിയുടെ ഉത്തരങ്ങൾ മുഴുവൻ വെറും ഉപരിതലത്തിൽ നിന്ന് വരുന്നതാണ്. കർത്താവേ ഞാൻ അങ്ങനെ ചെയ്തോളാം, അതിനെന്നാ ഒരു പ്രശ്നവുമില്ല. പിതാവേ ഞാൻ പോകാം എന്ന് പറഞ്ഞു, എങ്കിലും അവൻ പോയില്ല എന്ന് പറഞ്ഞ ഒരു പുത്രനെ കുറിച്ച് പറയുന്നില്ല യേശു മിശിഹാ തമ്പുരാൻ? പീഡാനുഭവത്തിന്റെ തൊട്ട് മുമ്പിൽ നമ്മളെയൊക്കെയാ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ എനിക്ക് കാണുമെന്ന് എനിക്കറിയാമല്ലോ, എന്നെയാ സൂചിപ്പിക്കുന്നത്. ഓരോ തവണയും ഞാൻ പ്രതിജ്ഞ ചെയ്യും, കർത്താവേ ഞാൻ ഇത്രയും നാള് പ്ലീസ് ഇതാ ഇറങ്ങുന്നു എന്ന് പറയും, പിന്നെയും അവിടെ തന്നെ കിടന്നുറങ്ങും. എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിന്നകൊണ്ടാ പറയുന്നത്, തമാശ കൊണ്ട് പറയുന്നൊന്നുമല്ല, വെറും നിന്ന, ആത്മനിന്ന. ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അവൾക്ക് ആത്മാർത്ഥമായിട്ടും ദൈവത്തിനോടൊരു ഉത്തരം പറയണമെന്ന് അവൾക്കൊരു മോഹം ഉണ്ടായിരുന്നു. സത്യമേ പറയാവൂന്ന് എനിക്കില്ലാത്ത ഒരു നിർബന്ധം മറിയത്തിനുണ്ട്. ദൈവത്തോട് സത്യം പറയണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. മേലിൽ പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്നൊരു ജപത്തിന്റെ അവസാനത്തെ വാക്കുണ്ട്. സത്യമായിരിക്കും അല്ലേ? എന്റെ മാതാവേ,
എൻ്റെ കാര്യത്തിലെങ്കിലും അതങ്ങനെയല്ലെന്ന് വേദനയോടെ പറയേണ്ടി വരും. ആഴത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇറങ്ങാൻ ചാകുന്നതിന് മുമ്പ് നടക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ്. ഒരു ദിവസമല്ലോ ഒന്ന് ധൈര്യം പറയാൻ. പക്ഷെ മറിയം നേരാ പറഞ്ഞത്. അതുകൊണ്ട് മറിയത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ നേര് പറയണം ദൈവത്തോട്. മനുഷ്യനോട് നമുക്ക് എന്നാ വേണമല്ലോ പറയും, പിന്നെ പറയാലോ നമുക്ക്. പക്ഷെ അവൻ നേരറിയുന്നവൻ, നേരായിട്ട് അറിയുന്നവന്റെ മുമ്പിൽ നേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു വല്ലാത്ത. അവള് പറഞ്ഞു നടക്കുകയല്ല ഗബ്രിയേലേ, നടക്കുകയല്ല. കാരണം എന്റെ പരിമിതികൾ എനിക്കറിയാം. ദൈവവുമായി പരിമിതികളെ കുറിച്ച് സംസാരിക്കാത്ത ഒരുത്തന് അപരിമേയമായ ശക്തി സ്വീകരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ ഷോ ആയിരിക്കും. അപരിമേയമായ ദൈവത്തിന്റെ ശക്തിക്ക് വിധേയപ്പെടണമെങ്കിൽ എന്റെ പരിമിതിയെ കുറിച്ച് ദൈവത്തോട് സംസാരിക്കണം. ഇന്ന മാതിരിയാ കർത്താവേ ഞാൻ എന്ന് പറയണം. അത് മറച്ചു വെച്ചിട്ട് ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ട്രിപ്പ് യുവർസെൽസ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നഗ്നരാകണം. മറിയം അതാ പറഞ്ഞത്, നടക്കൂല. എന്താ നടക്കില്ലാത്തത്? എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കറിയാം. അത് തന്നെ എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള എന്റെ പ്രധാന തടസ്സങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഇതാ നടക്കുന്നുള്ള എന്റെ ദൈവത്തോടുള്ള വാഗ്ദാനം. പരിമിതികളെ മൂടി വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, എന്റെ ദൈവമേ ഞാനങ്ങ് ചെയ്തോളാം. അതുകൊണ്ട് പരിമിതികളെ പരിഹരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്റെ പരിമിതികളെ ഉയർത്താൻ ഞാൻ തരും എന്ന് ഞാൻ മനസ്സിലാക്കും. എന്തൊക്കെയാ തടസ്സങ്ങള് നിനക്ക്, എന്നാ പിന്നെ എന്നാ ചെയ്യണ്ടേ എന്നൊന്നും ഗബ്രിയേൽ ചോദിച്ചില്ല. ഗബ്രിയേലിന് സ്വന്തം നിലയ്ക്ക് ചിലതൊക്കെ പറയേണ്ടി വന്നു. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊക്കെ ഈ സ്വകാര്യ വെളിപാടുകളുടെ ഒക്കെ ഒരു കാലമാണല്ലോ. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഒരു ഭാവനയായിട്ട് കൂട്ടിയാൽ മതി. ഗബ്രിയേൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ദൈവത്തിന് സ്തുതിയും ചൊല്ലി ഇറങ്ങി. എന്നാ പിന്നെ ഞാൻ ആ മറിയത്തിന്റെ അടുത്തോട്ട് പോയേച്ചു വരട്ടെ എന്ന് ചോദിച്ചു. എന്നാ നീ പോയേച്ചു വാടാ പോയി എന്ന് പറഞ്ഞു. കാരണം അന്ന് തൊട്ടിട്ടാണല്ലോ പരിപാടി തുടങ്ങണ്ടേ. മറിയം വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ. അങ്ങ് ഇറങ്ങി സ്വർഗത്തിന്റെ വാതിൽ അങ്ങോട്ട് അടയ്ക്കുന്ന സമയത്ത് പതുക്കെ അടക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ അടച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് ഒച്ച ഇരുന്ന് ഇഷ്ടമല്ല. അപ്പോ പിന്നെ അവിടെ നിന്നേ ആവുക എന്നായിരുന്നു, അവളോ മറ്റോ സമ്മതിക്കാതെ വന്നാല് കൊടക്കമ്പി ഒടിക്കുന്ന പോലെ നിന്റെ ചിറക് ഞാൻ ഒടിക്കും, പൊക്കോണം അവിടെ നിന്ന് പറഞ്ഞു. ഇത് പഠിച്ചിട്ടായി ഇവൻ ഈ പോരുന്നത്. മറിച്ചൊരു തെളിവുണ്ടാകുന്നവരെ നിങ്ങൾ ഇത് സ്വീകരിച്ചു. അപ്പോ ഇവിടെ വന്നിട്ട് ഇവൾ ഈ പിന്നെ കടകുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവൻ എരച്ചു കയറി. കാരണം തിരിച്ചു ചെല്ലുമ്പോ ചിറക് പറഞ്ഞു കിടക്കുന്ന അത്ര സുഖമുള്ള ഒരു കാര്യമാണ്. അറ്റ് എനി കോസ്റ്റ് ഇവള് സമ്മതിക്കണം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്വന്തം നിലയ്ക്കാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ആദ്യത്തെ കാര്യം പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ കുറിച്ചാണ്. നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് പറഞ്ഞ കാര്യം എന്നതാണ്, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസം. ശരിക്കു പറഞ്ഞാല് ഇപ്പോഴത്തെ ഈ പുതിയ ഭാഷകളിലൊക്കെ അതിന്റെ ആ ഒറിജിനൽ ടെക്സ്റ്റിന്റെ മഹത്വം കുറേശ്ശെയായിട്ട് തേയ്മാനം വന്നു പോകുന്നതിന്റെ ഉദാഹരണമാണ് ഈ വന്ധ്യയായ അവൾക്ക് എന്നൊക്കെ. നമ്മുടെ POC കുറെ കൂടെ ഭേദമാണ്. മച്ചി എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് എന്നാണ് അതിന്റെ കൃത്യമായ പഴയ സത്യവേദ പുസ്തകത്തിലുള്ള പഴയ സത്യവേദ പുസ്തകം. ഇപ്പോഴും അവരും മാറി. മച്ചി എന്ന് വിളിക്കപ്പെടുന്ന ഈ പിള്ളേരില്ലാത്തത് ഒരു വലിയ ശോഭകേടായിട്ട് കരുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് മനസ്സിലാകുകയല്ല. അത് മനസ്സിലാകില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പിള്ളേരില്ലാത്ത ഒരു വലിയ മഹത്വമാണ്. എത്ര പിള്ളേരുണ്ട്? ഒരു കൊച്ചേ ഉള്ളൂ. എന്റെ ദൈവമേ എന്താ പറയുന്നത്. അന്നങ്ങനെ ആയിരുന്നില്ല. കൊച്ചൊന്നും ഇല്ലേ? അതാ സ്വോത്രം എന്നാ ഇന്ന് നമ്മൾ പറഞ്ഞത്. കൊച്ചൊന്നും ഇല്ലെങ്കിൽ നല്ല കാര്യം.
അന്നങ്ങനെയല്ല. മച്ച് എന്ന് പറയുന്നത് അഥവാ വന്ധ്യത എന്ന് പറയുന്നത് അത്രയൊരു ഗുണമുള്ള കാര്യമല്ല എന്നായിരുന്നു അവരുടെ. ഈശോ ഇന്നലെ വൈകുന്നേരം പറഞ്ഞത് ഇന്നലെ രാവിലെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവൻ ക്രൂശും എടുത്ത് യെരൂശലേമിൽ നിന്ന് അതിലെ പോകുന്ന സമയത്ത് യെരൂശലേം പുത്രന്മാരെല്ലാരും കൂടെ നിലവിളിച്ചോണ്ട് വന്നു. പാവം, അവർക്ക് അത്രേ അറിയത്തുള്ളൂ. അപ്പൊ പറഞ്ഞത് നിങ്ങൾ എന്നെ കുറിച്ച് നിലവിളിക്കുന്നു. ഇന്നലെയാ പറഞ്ഞത്, ദുഃഖവെള്ളിയാഴ്ച രാവിലെയാ പറഞ്ഞത്. നിങ്ങളെ നിങ്ങളുടെ പിള്ളേരെ ഓർത്ത് കരയും. ഉടനെ തന്നെ നമ്മള് പറയും, ഓ അത് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ക്ഷാമത്തെ കുറിച്ചിട്ട് ഒരു കാലത്തെ സൂചിപ്പിച്ചു അവൻ. ആ കാലത്തിനൊരു പ്രത്യേകത, ആ കാലത്തെ ഓർത്താ കരയേണ്ടത്. കുടിപ്പിക്കാത്ത മുലകൾക്കും കുഞ്ഞിനെ പേറാത്ത വയറുകൾക്കും ഭാഗ്യം എന്ന് പറയുന്ന കാലം വരും. ആ കാലത്തെ ഓർത്ത് കരയാനാണ്. നമുക്ക് കരയാം. അതിന്റെ കാര്യമൊക്കെ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പറയാം. പ്രോലൈഫിന്റെ ക്ലാസ്സിനൊക്കെ പിന്നെയാ നേരം. എന്തായാലും ശരി, ജീവന്റെ മഹോത്സവങ്ങൾ കൊണ്ടാടേണ്ടുന്ന നമ്മള് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ഇവിടെയാണ് സംഗതി. എന്തിനാ ഈ 6 മാസം വരെ കാത്തിരുന്നത് ദൈവം? ഈ യോഹന്നാനും ഈശോയും തമ്മിൽ 6 മാസത്തെ അന്തരമാണുള്ളത്. നമ്മൾ ഈ ഈശോയുടെ മാമോദീസയുടെ സമയത്ത് യോഹന്നാനോട് ഭയങ്കരമായ ഒരു അനീതി ചെയ്യും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നല്ല മിടുക്കൻ ഒരു ഈശോയെയും ഒരു 10-75 വയസ്സുള്ള ഒരു യോഹന്നാനെയും വരച്ചു വെക്കും. അല്ലെങ്കിൽ അതുപോലെ പപ്രശനായിട്ടുള്ള ഇവര് തമ്മിൽ 6 മാസത്തെ വ്യത്യാസമില്ല. ഇതിനകത്ത് ഈ ചെക്കന്മാര് തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുപോലെ 6 മാസത്തെ വ്യത്യാസം. എന്തിനാണ് ഈ 6 മാസം മറിയത്തിന്റെ മുമ്പിൽ പിന്നെ ഇങ്ങനെ വളരാൻ സമ്മതിച്ചത്? വളരെ കൃത്യമായ ഒരു ചോദ്യം. 6-ാം മാസം എന്ന വാക്കിലാണ് മറിയത്തെ കുറിച്ചിട്ടുള്ള വിശേഷണം ആരംഭിക്കുന്നത് പോലും. 6-ാം മാസം ഗബ്രിയേൽ ദൈവദൂതൻ. ആദ്യത്തെ വാക്കതാണ് 6-ാം മാസം. ഇതിനകത്ത് കാണുന്ന ഈ അപൂർവം ചില പുരുഷ പ്രജകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും, ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും, എല്ലാ അമ്മമാരായിട്ടുള്ള എല്ലാ സ്ത്രീകളും പ്രസവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 6-ാം മാസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ബോധം ഉണ്ടാകുകയല്ല. അതുകൊണ്ട് ആണുങ്ങളോട് ചോദിക്കുക, എന്തെങ്കിലും 6-ാം മാസത്തിന് പ്രത്യേകതയുണ്ട്? എന്ത് വൃത്തിയാണ് ഉള്ള വ്യാക്കുണ്ണം കൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കുക എന്നുള്ളതല്ലാതെ അല്ല. 6-ാം മാസത്തില് കുട്ടി സമ്മർ സോൾട്ട് നടത്തും. ചവിട്ടി മറിഞ്ഞ് ഈ ബക്കൽ മസിൽസ് ഈ സാധനമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോഴാണ്. കൊച്ചു പാപ്പം കുടിക്കാൻ വേണ്ടിയുള്ള പരിശീലനം ആരംഭിക്കുന്നത് 6-ാം മാസത്തിലാണ്. തള്ളവരിൽ കൊണ്ടുപോയിട്ട് പിന്നെ വായ്ക്കകത്ത് വെച്ചിട്ട് വലിച്ചൂമ്പി അവന് അല്ലെങ്കിൽ അവള് ആ മസിലിന് ബലം വെക്കും. 4 മാസത്തെ പരിശീലനത്തിന് ശേഷം ഭൂമിയിലേക്ക് വരുന്ന കൊച്ചിന്റെ ആ പ്രകടനം കണ്ടിട്ട് പറയും, തന്തയുടെ അതേ ആർത്തിയാണ് സന്താനത്തിന്. ഇത് 4 മാസം പരിശീലിച്ചതിന് ശേഷമാണ് ഈ കുട്ടിയെ ദൈവം ഭൂമിയിലേക്ക് വിടുന്നത്. ആഹാരത്തിന് വേണ്ടിയുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്. കൈയുടെ മുട്ട് കണ്ടിട്ട് വന്നിട്ട് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ തട്ടും, കൊച്ച് അറിയും. ടാൻജിബിൾ എവിഡൻസ് ഉണ്ടാവും. അതാ ദൈവത്തിന്റെ 2ാമത്തെ ടാൻജിബിൾ എവിഡൻസ്. മറിയം ഇവളുടെ എലിസബത്തിന്റെ പക്കൽ എത്തിയപ്പോൾ പിള്ള അവളുടെ ഉദരത്തിൽ കുതിച്ച് ചാടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ചാടണം, എന്നാലേ മറിയത്തിന് മനസ്സിലാകണം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. ഇത് കൊച്ചു തന്നെയാണ്. ഒരു 4 മാസം മുമ്പായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ മറിയത്തിന്റെ സന്ദർശന വേളയിൽ എലിസബത്ത് പറയും, മറിയാമ്മ എന്റെ വയറ്റിൽ കുമ്മനാന്ന് അടി തോന്നുന്നത്, എന്നാണോ അടിവയറ്റിലൊരു കനമാണ്. ഇപ്പൊ സംഗതി എങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് അറിയാം ഇത് കൊച്ചാന്ന്. മാത്രമല്ല കൊച്ചു കുതിച്ചു ചാടി എന്നാ പറയുന്നത്. ഒരു ലെവലും ഇല്ലാതെ കുതിച്ചു ചാടിയൊന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ക്രിസ്തു ധർമ്മ പ്രവേശിക എന്ന ആൻ ഇൻട്രൊഡക്ഷൻ ക്രിസ്ത്യാനിറ്റി എന്ന തന്റെ പുസ്തകത്തിൽ ബെനദിക്തോസ് 16-ാമൻ തിരുമേനി ഈ കുതിച്ചു ചാട്ടത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കുതിച്ചു ചാടി എന്നതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള പദം പിന്നെ അതിനു മുമ്പ് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്തേ ഉള്ളൂ. അത് നിങ്ങളും ഞാനും വിവർത്തനം ചെയ്യുന്നത് നൃത്തം ചെയ്തു എന്നാണ്. വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നമ്മുടെ ദാവീദ് ദീർഘദർശി
രാജാവായ ദാവീദ് നഗ്നനായി നൃത്തം ചെയ്തു. ഇത് കണ്ട അവള് അയാളുടെ ഭാര്യ ജനലിന്റെ അകത്ത് നിന്ന് കെട്ടിടത്തിനുള്ളിൽ വെച്ചിട്ട് ജനലിൽ കൂടെ ഇത് കണ്ട് ഇയാളിങ്ങനെ ഉടുക്കാണ് നിന്ന് ഡാൻസ് ചെയ്യുന്നു. അവള് ചിരിച്ചു. ദൈവമോ അവളുടെ ഗർഭപാത്രത്തെ അടച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അയാള് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവാചകന്മാർക്കിടയിലെ രാജാവും രാജാക്കന്മാരുടെ ഇടയിലെ പ്രവാചകനുമായ ദാവീദ് നൃത്തം ചെയ്തു വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ. എങ്കിൽ അതേ വാക്ക് തന്നെയാണ് സ്നാപക യോഹന്നാൻ മറിയത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ, മറിയത്തിന്റെ മുമ്പിൽ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തു എന്നാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവസാനത്തെ പ്രവാചകൻ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു. അവസാനത്തെ പ്രവാചകൻ ആർക്ക് വേണ്ടി ആരുടെ മുമ്പിൽ നൃത്തം ചെയ്തുവോ അവൻ പറഞ്ഞു, പ്രവചനവും നിയമവും പ്രവാചകന്മാരും നിയമവും യോഹന്നാൻ വരെയായിരുന്നു. ആ യോഹന്നാൻ അവസാനിപ്പിക്കുക, പെർഫോമൻസ് അവസാനിപ്പിക്കുക. വാഗ്ദാന പേടകം, വാഗ്ദാനത്തെ വഹിച്ചിരിക്കുന്ന പേടകം, അതാ മറിയം. വാഗ്ദാനം ഉള്ളിലുണ്ട്. ആദ്യത്തേത് വെറും കണ്ണാടിയിൽ എന്ന പോലെ ആയിരുന്നുവെങ്കിൽ അവിടെ പ്രവാചകന്മാരിലെ രാജാവും അഗ്രഗണ്യനുമായ ദാവൂദ് നൃത്തം ചെയ്തുവെങ്കിൽ ഇവിടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരിക്കുന്ന യേശുമിശിഹാ തമ്പുരാൻ വചനം മാംസമായ ആ പേടകത്തിനുള്ളിൽ അവൻ വസിക്കുമ്പോൾ അവസാനത്തെ പ്രവാചകനായ ദാവീദ് യോഹന്നാൻ നൃത്തം ചെയ്യുന്നു. അതിനു മുമ്പ് ഈ രണ്ട് നൃത്തത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചത് ബെനഡിക്ടോസ് 16 അതിമനോഹരമായ ഒരു സന്ദർഭമാണ്. അതിന് 6 മാസം കാത്തിരിക്കണം. അതാ പറഞ്ഞത്. 6 മാസം കാത്തിരുന്നില്ല പിള്ളക്ക് നൃത്തം ചെയ്യാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് നൃത്തം ചെയ്യുന്ന 6 മാസം വരെ കാത്തിരുന്നിട്ട് അപ്പോഴാ മറിയത്തിന്റെ അടുത്തേക്ക് അയച്ചത്. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് വായിക്കാനും അറിയാമല്ല. എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഏൽഷദ്ദായി ആണല്ലോ എന്നൊരു വാക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് വായിക്കേണ്ട. സർവാതിശായി എന്നുള്ള വാക്കാണ് ഏൽഷദ്ദായി. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്നത് കുറച്ചുകൂടെ വേറൊരു തരത്തിലാണ് അവിടെ. ഏൽഷദ്ദായി എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. സർവ്വത്തിനെയും ഉല്ലംഘിക്കുന്ന തരത്തിലുള്ള സർവകാര്യങ്ങളും നടത്തിയിട്ട് പിന്നെയും ബാക്കി ശക്തിയുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോ നിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നിവൃത്തീകരിക്കാൻ ശക്തിയുള്ള ദൈവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത് പ്രകടിപ്പിച്ചതിന്റെ, ഈ കാര്യങ്ങൾ നടത്തിയതിന്റെ തെളിവ് നിന്റെ അടുത്തുണ്ട്. ഇതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, നീ മസിൽ പിടിക്കണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് വരും. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. അതാണ് അതിന്റെ കാര്യം. ഒരു മനുഷ്യനും സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ സ്വയമേവ കഴിയില്ല, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ തീവ്രമായി അഭിലഷിക്കാതെ, ആഗ്രഹിക്കാതെ. അതുകൊണ്ട് മറിയത്തോട് പറഞ്ഞ അതേ കാര്യമാണ് നമ്മളോടും പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഏതെങ്കിലും ധ്യാനമന്ദിരത്തിൽ വെച്ചിട്ടാണോ പരിശുദ്ധാത്മാവ് വരുന്നത്? വായോ എന്ന് പറയുമ്പോഴാണോ പരിശുദ്ധാത്മാവ് വരുന്നത്? അല്ല. ആ സമയത്തൊക്കെ നാം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിധേയരാക്കുകയാണ് ചെയ്യുന്നത്, ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന അതിമനോഹരമായ നിമിഷം നമ്മുടെ മാമോദീസായ. മാമോദീസായുടെ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ചോദിക്കും, സ്ഥൈര്യലേപനം. സ്ഥൈര്യലോപനം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിന്റെ അടിമയായി നമ്മെ തന്നെ മാറ്റുകയും ചെയ്യുന്ന അതിമനോഹരമായ നിമിഷമാണ്, സമർപ്പണത്തിന്റെ നിമിഷമാണ്. പരിശുദ്ധാത്മാവ് നേരത്തെ വന്നു. ഇനി എന്തിന്റെയാ കുറവ് നമുക്ക്?
മറിയത്തിന് ലഭിച്ച അതേ ഉത്ഭവ പാപത്തിന്റെ വിമോചനം നമുക്കും സംസിദ്ധമായെങ്കിൽ, അതേ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിച്ചെങ്കിൽ, സ്വാഭാവികമായും മറിയം ചെയ്തത് സംഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. കാലത്തിന്റെ തികവിൽ ക്രിസ്തുവിനെ പ്രസവിക്കുക. ഒരമ്മയെ പുരസ്കരിച്ചുകൊണ്ട്, ഒരമ്മയെ ആധാരമാക്കിക്കൊണ്ട് മറ്റേ അമ്മ പറയുകയാണ്, നീയും പെറണം, നീയും പെറണം. മറു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാ ഫ്രാൻസിസ് പറഞ്ഞത്, അധികമൊന്നും ദൂരത്തോട്ടൊന്നും പോകണ്ട ക്രിസ്തു ഉണ്ടാകാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞത് അറിയാൻ മേലേ, കുടുംബത്തിനകത്ത് ക്രിസ്തു ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. 3 കാര്യം ചെയ്താൽ മതി. ക്ഷമിക്കണം, സാരമില്ല, പോട്ടെന്നേ. ഇങ്ങനെയുള്ള ചില്ലറ വചനത്തിനകത്തൊക്കെയാ ഈശോ വരുന്നത്. അയൽവക്കംകാരന്റെ ജീവിതത്തിനകത്തേക്ക് ക്രിസ്തു വരുന്നത്, നീ അവിടെ വിടർത്തിപ്പിടിച്ച സുവിശേഷവുമായി യേശയ്യ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന പുണ്യവാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ വെട്ടി വീഴിക്കുന്നതിലല്ല. അത് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവന്റെ അടുത്തോട്ട് ചെന്നിട്ട്, ഇന്ന് തിന്നാൻ ഉണ്ട്, പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത്യാവശ്യം കാശ് വേണേൽ എന്നോട് ചോദിക്കണം, ഉള്ള മാതിരി ഞാൻ തന്നോളാം എന്നൊക്കെ പറയുന്നിടത്ത സ്നേഹത്തിന്റെ പ്രകടനങ്ങളുടെ മറ്റൊരു പേരായി ഈശോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ ചെയ്ത ഏത് കാര്യങ്ങളാണ് വൻകാര്യങ്ങൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, ആയിക്കോട്ടെ, വൻകാര്യങ്ങൾ. അവൻ ചെയ്ത ഏത് വൻകാര്യങ്ങളാണ് സ്നേഹത്താൽ അല്ലാതെ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടത്? ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ഇക്വേഷൻ എത്തുകയാണ്. സ്നേഹത്താൽ പ്രചോദിതമായ ഏതു കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളൊരു ഈശോയാവുക. വല്ലാതെ സ്വാധീനിക്കേണ്ടുന്ന ഒരു ആശയമാണ്. എനിക്ക് ഈ ഈശോ ചെയ്ത ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന സാധനം 5000 പേരുടെ ആഹാരമാണ്. 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും പിള്ളേരും എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇവരെ ആരെയും ഞെട്ടിക്കാനോ ഒന്നുമല്ല. എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു. പക്ഷെ അതിനകത്തൊരു വിഷയമുണ്ട്. എല്ലാ കാലത്തെയും ക്രിസ്തു സംഭവത്തിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ഗർഭപാത്രം, കിടക്കാൻ ഒരു സ്ഥലം. അത് ഈശോയ്ക്ക് കൊടുക്കാതിരിക്കുമ്പോഴാണ് അവൻ പ്രസവിക്കപ്പെടാതെ പോകുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല്, ലോകമെമ്പാടുമുള്ള എല്ലാ കോവിഡ് രോഗികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല കാര്യം. അതുപോലെ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ വിശുദ്ധ സ്ലീഹന്മാരുടെ, അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയോട് ഏകദേശം പലപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനയെ തുലനം ചെയ്യാറുണ്ട്. അവർ അതിമനോഹരമായിട്ടാണ് പറഞ്ഞത്, കർത്താവേ, നേരം സന്ധ്യയാകുന്നു, ഇവരെല്ലാവരും ദൂരദേശത്തു നിന്ന് വന്നവരാണ്, ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെന്ന് അപ്പം തേടേണ്ടതിന് അവരെ പിരിച്ചുവിടുക, നമുക്ക് ഇവരൊരു ഉപദ്രവമാകും. ആമേൻ. നമുക്കൊരു ഉപദ്രവമാകും ഇവര്. കാരണം നമ്മുടെ അടുത്തൊന്നുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പിരിച്ചുവിട്, സാധനങ്ങൾ പോട്ടെ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും നമ്മുടെ മേത്തോട്ട് ഈ സാധനം വന്നു കയറാതെ ഉന്തി വിടുന്നതല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചുമ്മാ ആലോചിച്ചാൽ മതി. ഒത്തിരി നേരം ഉണ്ടല്ലോ, അതുകൊണ്ട് ആലോചിക്കും. കർത്താവെ, കോവിഡ് ബാധിക്കാതെ എന്നെയും കൊച്ചുമോനെയും പിന്നെ ജോസഫ് ഈസിയെയും ജോസൂട്ടി തടത്തിനെയും മാത്യു ജോസഫിനെയും ഫ്രാൻസിസ് ജോസഫിനെയും സിറിയക് ജോസഫിനെയും ജോസഫ് അറക്കലിനെയും റോഹിണി നായരിനെയും അമൽ മാത്യുവിനെയും പിന്നെ ഒരു വാക്കുണ്ട്, പിന്നെ സകല സാധനങ്ങളെയും സഹായിച്ചേക്കണം. ഇത്രയും പേരെ എന്തായാലും സഹായിക്കണം. ബാക്കി ആരും വേണ്ട, അവർക്കൊക്കെ ആയിക്കോട്ടെ. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് ആഹാരം തേടേണ്ടതിന് അവരെ പിരിച്ചുവിടുക എന്നതിന്റെ പേര് പ്രാർത്ഥന എന്നല്ല. അത് വേറെ സാധനം. സ്വന്തം സ്വാർത്ഥത അന്വേഷിക്കുന്നതാണ്. വേദനയോടുകൂടി അവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ക്രിസ്തു വന്ന് പിറക്കണമെങ്കിൽ
ക്രിസ്തുവിനെ സ്പർശിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവിതത്തെ, ക്രിസ്തുവിന്റെ വിരലിനെ നമ്മൾ തൊടണമെങ്കിൽ മറിയം കൊടുത്ത ഗർഭപാത്രം പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വേദന കൊടുക്കണം, ഒരു വേദന കൊടുക്കണം, ഒരു ത്യാഗം കൊടുക്കണം, ജീവിതത്തിൽ നിന്നൊരു ഇടം കൊടുക്കണം, ഒരു നിമിഷം കൊടുക്കണം, ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അംശം കൊടുക്കണം. വായനയാവാം, പ്രാർത്ഥനയാവാം, ദാനമാവാം, എന്തുമാവാം, എന്തുമാവാം, ഒരു പ്രവൃത്തിയാവാം, ഒരു കെട്ടിപ്പിടുത്തമാവാം. പക്ഷെ ഞാനായിട്ട് ചെയ്യണം, ഞാനായിട്ട് ചെയ്യണം. അപ്പോ ഒരു അനുരഞ്ജനത്തിന്റെ മനോഭാവം നിങ്ങൾക്ക് ആലോചിക്കാവുന്ന എന്തും, വേദന ഉളവാക്കുന്ന എന്തും, നഷ്ടമുണ്ടാക്കുന്നത് എന്തും അവന് കൊടുക്കണം. നഷ്ടമുണ്ടാക്കുന്നത് എന്തും അവന് കൊടുക്കണം. അവൻ ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉള്ളത്? എനിക്ക് അന്ത്രയോസ് എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആവറേജ് ബോധമുള്ള പറയുന്ന ഉത്തരവാണ് അവൻ പറഞ്ഞത്. എന്താ കയ്യിലുള്ളതെന്നുള്ളതിനെ പറ്റി അവൻ പറഞ്ഞത് ഇതാ, ഇവിടെ ഒരു കൊച്ചിന്റെ അടുത്ത് 5 അപ്പവും 2 മീനും ഉണ്ട്. അത് പറയണേ അസാമാന്യ ധൈര്യം വേണം. ഇപ്പോ നിങ്ങളുടെ ഇവിടുത്തെ ഒരു 50 ഏക്കർ സ്ഥലം വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഉടനെ അവിടുന്ന് ലിനിയോട് ചോദിക്കുന്നു, നിന്റെ പൈസ ഉണ്ടോ കൊച്ചേ? ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം വിൽക്കുന്നുണ്ട്. ആ പിന്നെ എന്റെ അടുത്തൊരു 2,500 റുപ്യ എന്റെ SBയിൽ ഉണ്ട്, പിന്നെ എന്റെ കയ്യിൽ ഒരു 300 രൂപ ഉണ്ട്. ലൈസേ അതെ, ആ എന്ത് പ്രാടി എടുത്ത മറ്റേ കുത്തുന്ന എടുക്ക. ജോൺസാനെ കേൾക്കുന്നുണ്ട്, കാണുന്നില്ലാന്നേ ഉള്ളൂ. ഞാൻ കാണുന്നില്ലാന്നേ ഉള്ളൂ. അതാ കാണണം, അതാ നല്ലത്. ആണല്ലേ? ഇപ്പൊ മിക്കവാറും എനിക്ക് തോന്നുന്നു ഡിസ്കണക്ട് ആവുകയായിരിക്കും. കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സെഷൻ കണ്ടിന്യൂ ചെയ്യാം, റീജോയിൻ ചെയ്താൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സെഷൻ ഇത് തന്നെയാണ്. കാരണം നമുക്ക് സ്റ്റോപ്പ് ഉണ്ടാകുകയായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ കാണുന്നില്ല, പറയുന്നത് കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അല്ല, ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. എന്നാ കണ്ടിന്യൂ ചെയ്തോ, നോക്കാം. ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം. ആയിക്കോട്ടെ. ഇപ്പം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിർത്തിയിട്ട് രണ്ടാമത് തുടങ്ങാം. ഓക്കെ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വീഡിയോ സ്റ്റോപ്പ് വീഡിയോ എങ്ങനെ ഞെക്കുമെന്ന് അറിയില്ല. ഓക്കെ ജോൺസേ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ കാണുന്നില്ലേ? കാണുന്നില്ല, പക്ഷെ കേൾക്കുന്നുണ്ട്. കേട്ടാ മതി, കുഴപ്പമില്ല.
ആ അങ്ങനെയാണെങ്കിൽ പിന്നെ കാണാം. കൊച്ചുമോനെ കുറച്ചുകൂടെ സമയം എടുക്കും അവിടെ കാണാനായിട്ട്. എന്നാ ഞാന് തുടങ്ങട്ടെ. ഇപ്പൊ കാണാൻ പറ്റും. അപ്പൊ 2800 രൂപ 2800 രൂപ മുടിഞ്ഞ ഓർമ്മ എനിക്ക് കാശിന്റെ കാര്യമായതുകൊണ്ട് ഓർമ്മിക്കും. എത്ര പറഞ്ഞാലും ഇനി സമ്മതിക്കുകയല്ല അവളുടെ അടുത്ത് അത്ര രൂപ ഉണ്ടെന്ന്. പറ്റും പൈസ ഇല്ലാന്നേ പറയുള്ളൂ. കാരണം 50 ഏക്കർ തോട്ടത്തിന്റെ വിലയും കയ്യിലുള്ള 2800 തമ്മിലുള്ള വ്യത്യാസം എത്ര ഭീകരമാണെന്ന് അറിയാവുന്ന ആരും സമ്മതിക്കും. ഇവിടെ വിശുദ്ധ അന്ത്രയോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തിരുനാൾ ഏപ്രിൽ 1 ആക്കേണ്ടതാണ് അത്യാവശ്യം. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ മണ്ടത്തരമാക്കരുത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു അവന്റെ അടുത്തില്ല, ചെക്കന്റെ അടുത്ത്, അദ്ദേഹത്തിന് സ്വന്തം നിലയിലൊന്നുമില്ല. ഇവിടെ ഒരു ചെക്കന്റെ അടുത്ത് 5 അപ്പവും 2 മീനുണ്ട്. അത് നമുക്ക് അതുണ്ട് എന്ന് പറഞ്ഞു. ആ പറഞ്ഞിടത്താണ് വിപ്ലവകരമായ ഒരു മണ്ടത്തരം. ഈ മണ്ടത്തരം ഇല്ലാത്ത ആർക്കും അത്ഭുതം കാണാൻ കഴിയല്ല. ദൈവത്തിന്റെ പ്രവർത്തനം കാണാൻ കഴിയല്ല. അത്ഭുതം എന്നുള്ള അവിടെ നിൽക്കണം. കർത്താവ് ഇവിടെ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സ്റ്റോക്കിന്റെ ആ ഒരു ദയനീയാവസ്ഥ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്നെ ദൈവത്തിന് കൊടുത്തു. ഇത് കർത്താവിന്റെ ദാസിയാണ് എന്ന് മറിയം പറഞ്ഞപ്പോ അവൾക്ക് അവളുടെ നിസ്സാരതയെ പറ്റി ബോധ്യം ശരിക്കുണ്ടായിരുന്നു. പിന്നെ മറിയത്തെ നമ്മളല്ലേ ആടയാഭരണങ്ങളുള്ള മറിയാക്കി മാറ്റിയത്. വെറും ഒരു പാവം മറിയുമായിരുന്നു അവളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഒരുപാട് ആടയാഭരണങ്ങൾ കൊടുത്തെങ്കിലും ഇത് കർത്താവിന്റെ ദാസിയാണ് എന്ന് പറയുമ്പോൾ അവളുടെ അടുത്ത് ഗർഭപാത്രം ഒഴികെ വേറൊന്നുമില്ല. ആകെയുള്ള സമ്പാദ്യം അതാ, കന്യാത്വം. അത് കൊടുത്തു. അപ്പോ നമ്മൾ ഇതിന്റെ ഒരു അവസാന പോയിന്റിലേക്ക് വരിക. നമ്മളെ തന്നെ കൊടുക്കാതെ വചനം മാംസമാവില്ല. ഇതാ സഭ നമ്മളോട് പറയുന്നു. മറിയം ചെയ്തതുപോലെ എന്നെ തന്നെ എന്റെ സകല പരിമിതികളോടും കൂടെ കൊടുത്താൽ ക്രിസ്തു എന്നിൽ വരും, മറ്റുള്ളവരിലും വരും. ഈ 5 അപ്പവും 2 മീനും വലിയൊരു സാക്ഷ്യം. ഇനി വേറൊരു സംഗതി ചോദിക്കട്ടെ. ഈ 5 അപ്പവും 2 മീനും എങ്ങനെയാ ഉണ്ടായത്? ഒരപ്പം കൊടുത്തപ്പോ വേറൊരപ്പം അത് റീപ്ലേസ് ചെയ്യുകയാണോ ചെയ്തത്? അതോ അപ്പം ഇങ്ങനെ പെരുത്ത് വലുതാവുകയാണോ ചെയ്തത്? ഏറ്റവും കൂടുതൽ ഐവിറ്റ്നസ് ഉള്ള ഒരു സംഭവം 5 അപ്പം 5000 പേര് നിന്നു. ഏറ്റവും കൂടുതൽ ദൃക്സാക്ഷികളുള്ളായിരുന്നു. 4 സുവിശേഷകന്മാരും പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഒരു ദിവസം ഞാനിപ്പോ ഓർക്കുന്ന ഒരു പഴയ കാര്യമാണ്. ഇപ്പോ അയർലൻഡിലുള്ള ഒരു മോളുണ്ട് എനിക്ക്, ഉണ്ണി എന്ന് പറയും, ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. ഉണ്ണി ചെറുതായിരുന്നപ്പോ അവൾ എന്നോട് ചോദിച്ചു, ഞാൻ ഈ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു എല്ലാ ദിവസവും രാവിലെ ഭ്രാന്തളം. അതിപ്പോ കുറേശ്ശെ കുറവുണ്ടെങ്കിലും വലിയൊരു കുറവില്ലെന്നല്ല. എവിടെ എന്റെ പുസ്തകം, എവിടെ താക്കോല്, എവിടെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബഹളമാണ് ഭ്രാന്തളക്കെന്നാ പറയാ. അസമയത്ത് ഇവൾ എന്നോട് വന്ന് ചോദിച്ചു, അപ്പം പെരുത്തത് എങ്ങനെയാന്ന്. ശരിക്കും എനിക്ക് പെരുത്തുക. ഞാൻ പറഞ്ഞു അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നീ വായിച്ചു നോക്ക്, അത്ര തന്നെ. അപ്പൊ ഇവള് വീണ്ടും അടുത്ത റെഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നീ നോക്കിയാ മതി, മിണ്ടിപ്പോകരുത്, പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. ഇവള് വലിയ വായിലേക്ക് അറിഞ്ഞത് പറഞ്ഞു, ഇതിനകത്തെങ്ങും പറഞ്ഞിട്ടില്ല. വലിയ നിലവിൽ തൽക്കാലം ഞാൻ ബാക്കി പോകുന്ന പരിപാടി 1 മിനിറ്റ് കൂടെ നേരെ കേട്ട് ഞാൻ ഇവിടെ പറഞ്ഞു. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ അത് നോക്കിയപ്പോ അതിനകത്തില്ല. എന്നാ പിന്നെ മറ്റേതിനകത്ത് നോക്കിയാളാന്ന് വിചാരിച്ചിട്ട്, അതായത് വീണ്ടും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ ചെക്കൈൻ്റെ നോക്കി അതിനകത്ത് എല്ലാം നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവള് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം പറഞ്ഞു തരാം. ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ദൃക്സാക്ഷികളുള്ള ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അടുത്ത 4000 പേരും ജിൽവാനും വയറു നിറഞ്ഞ മറ്റേ സംഭവം അതും പറഞ്ഞു.
എങ്ങനെയാണ് ഈ അപ്പം വരുത്തതെന്നും എങ്ങനെയാണ് ക്രിസ്തുവിന്റെ കരുതൽ മറ്റുള്ളവർക്ക് ലഭിച്ചതെന്നും ഈ ലഭിച്ച ആരും പറയാഞ്ഞതെന്തി ആദിമ സഭയിൽ ഒരിടത്തും അതിന്റെ ഒരു റെക്കോർഡ് പോലും ഇല്ല. എന്തുകൊണ്ടില്ല? പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളൊക്കെ ഒളിച്ചു, എല്ലാം വെളിപ്പെടുത്തുന്നവനൊന്നും അല്ല പരിശുദ്ധാത്മാവ്, ഒളിച്ചു വെക്കുന്നവരും പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പേരുള്ള ഒരു കാര്യം ഇതാരേലും ഒക്കെ ഒന്ന് പറയില്ല. കാരണം അപ്പം പെരുക്കുന്നത് വ്യക്തിപരമായ ഒരു അനുഭവം. നിന്നെ കൊടുത്താ നീ എങ്ങനെ പെരുക്കും എന്നുള്ളത് അതിനൊരു ഫോർമുലയൊന്നും ആരും തന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ സമർപ്പണത്തിന്റെ പുറത്ത് എങ്ങനെ ക്രിസ്തു ഉണ്ടാകും, അത് എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന രഹസ്യം. അതുകൊണ്ടല്ലേ വെളിപാടിന്റെ പുസ്തകത്തില് ഇതൊക്കെ കണ്ട യോഹന്നാൻ ചിരിച്ചോണ്ട് എഴുതി വെച്ചത്, വിജയം വരിക്കുന്നവന് ഞാനൊരു നിഗൂഢ മനം നൽകും, അവന് മാത്രം അറിയാവുന്നത് എന്ന്. ശരിക്കും ഞാനത് വായിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അവന് മാത്രം അറിയാവുന്നത്, ദൈവത്തിന്റെ കൃപയുടെ വിജയം എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല, വേറൊരാൾക്കും അറിയത്തില്ല, അവന് മാത്രം അറിയാവും. ആ വിജയത്തിന്റെ നിഗൂഢമാനം നമുക്ക് ലഭിക്കണം, നമ്മളെ തന്നെ കൊടുത്താൽ. മറിയം ഒരു ഫോർമുലയല്ല, ഇന്ന മാതിരി ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നയാളല്ല. മറിയം എന്നത് ഒരു ജീവിതത്തിന്റെ പേര്. ക്രിസ്ത്യാനിയുടെ ആകെ ആറ്റിക്കുറുക്കിയുള്ള ജീവിതത്തിന്റെ പേരാ മറിയം. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നേർച്ച നേർന്നിരിക്കുന്ന പരിശുദ്ധ സഭ പറയുന്നു, അങ്ങോട്ട് മാത്രം നോക്കിയാൽ എങ്ങനെ, എവിടെ എത്താം, എങ്ങനെ എത്താം, എപ്പോ എത്താം, അതിനെന്തൊക്കെ വേണം, അത് അവളോട് ചോദിച്ചാൽ. അങ്ങനെ നമ്മൾ വട്ടം ചുറ്റി അവസാനം സഭയുടെ അടുത്തേക്ക്. സഭ വാതോരാതെ പറയുന്ന ഒരു കാര്യം, നിനക്ക് എന്റെ മണവാളനായ ക്രിസ്തുവിനെ കാണണം, അവന്റെ അമ്മയുടെ ചവിട്ടടി നിന്നോണ്ട് നോക്കണം, ഇല്ലെങ്കിൽ നീ അത്ഭുത പ്രവർത്തകനായ ക്രിസ്തുവിനെ കാണും. അത്ഭുതം എന്താ പറയാ, ഇന്നിപ്പോ ഞാന് ടിവിയില് ഒരു പാവ മനുഷ്യനിരുന്ന് പറയുക, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കുരിശേ കയറിയ യേശുവിന്റെ പീഡാനുഭവത്തിന്റെ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സത്യം പറഞ്ഞത് കൊണ്ട് ക്രൂശിലേറിയ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ? അതുകൊണ്ടാണല്ലോ നാടകത്തിൽ, ഏതെങ്കിലും ഒരു നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ പ്രസംഗത്തിലോ ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, സത്യം ഇന്നും ക്രൂശിക്കപ്പെടും. എന്തിനാ അവൻ കുരിശേ കയറുന്നത്? എന്താണ് അവന്റെ അവന്റെ നമ്മളോട് സംസാരിക്കാനുള്ളത്? ഇതൊക്കെ നമ്മളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മറിയവുമായിട്ടുള്ള ആന്തരിക ഐക്യം വേണം. ആ ആന്തരിക ഐക്യത്തിന്റെ കൃത്യമായ ഉപാധിയാണ് പരിശുദ്ധ ജപമാല. അതുകൊണ്ട് പരിശുദ്ധ ജപമാലയിലൂടെ ഈ ആന്തരിക ഐക്യം ലഭിച്ച നേത്രങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണാനായി നമ്മളെ നിർബന്ധിക്കുന്ന ഉണർത്തുപാട്ടിന്റെ പേരാ ത്രികാലജപം. ത്രികാലജപത്തിൽ തീർന്നു ഒരു മനുഷ്യന്റെ സകല ദൈവവിളിയുടെ രത്നച്ചുരുക്കവും. ദൈവം സംസാരിച്ചു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, മറിയത്തിന് ലഭിച്ച അതേ അഭിധാനങ്ങൾ, ടൈറ്റിൽസ് ദൈവകൃപയാൽ നമുക്കും ബാധകം. ആ ടൈറ്റിൽ കിട്ടിയെങ്കിൽ ബാക്കിയുള്ളതും കിട്ടി. നിങ്ങളിൽ ഒരാളെ അധികാരിയായിട്ട് ഒരു പിന്നെ വില്ലേജിന്റെ അധികാരിയായിട്ട് നിയമിച്ചുവെങ്കിൽ നിനക്ക് ആ ചുങ്കം പിരിക്കാനും കടമയുണ്ട്. എവരി റൈറ്റ് ഈസ് അക്കംപനീഡ് വിത്ത് എ ഡ്യൂട്ടി, an obligation. അതുകൊണ്ട് മാമോദീസായിൽ ക്രിസ്തുവിന്റെ സഭയോട് ഒന്നു ചേർക്കപ്പെടുകയും ഉത്ഭവ പാപത്തിൽ നിന്ന് വിമോചിതരാവുകയും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മയെ പോലെ നിറയുകയും ചെയ്തു എങ്കിൽ ദൈവകൃപ നിറഞ്ഞ നാമും ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ കടപ്പെട്ടവരാണ്. തിരുസഭ സവിനയം
നിർബന്ധപൂർവം ഓർമ്മിപ്പിക്കുന്നതിന്റെ കാരണം ഇതാണ്. അവൾ അമ്മയും ഗുരുനാഥയുമാണ്. മാതേർ എത്ത് മജസ്ത. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ ശ്രീമതി ഗോൾഡയുടെ അഭീഷ്ടപ്രകാരവും പൊതുജനത്തിന്റെ താല്പര്യപ്രകാരവും ഞാന് പരിശുദ്ധ ദൈവത്തെ കുറിച്ച് വലിയ തോതിൽ സംസാരിക്കാൻ മറിയം എന്നെ അനുവദിച്ചു. അമ്മയുടെ മുമ്പാകെ പ്രണമിക്കുന്നു. അമ്മയുടെ മുമ്പാകെ നിങ്ങളെ വരവേൽക്കുന്നു. പ്രാർത്ഥന. ഞാന് മൈക്ക് ജോസൂട്ടി ബാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈമാറും. മാതാവിനെ ചൊല്ലി ഞാനെന്നാല് പിന്നെ എന്റെ ഈ സെഷൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ചൊല്ലാം. എത്രയും ദയുള്ള മാതാവേ, അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടല്ലണമേ. ആമേൻ. അതിന് പറ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം തീർക്കായിപ്പോ ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഈ സമയം വെക്കാം. മിക്കവാറും ആൾക്കാർക്ക് എല്ലാം മനസ്സിലായി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സംശയമില്ലാതെ വരുന്നത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും അല്ലേ? മനസ്സിലായി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇപ്പൊ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കുക. അപ്പോ അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ ഇതൊരു സ്പെഷ്യൽ സെഷൻ ആയിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പ്രയർ വേണ്ട. ഇതൊരു സ്പെഷ്യൽ സെഷൻ എന്നുള്ളതിലേക്ക്, ഒരു ഡിസ്കഷൻ ക്ലാസ് ആൻഡ് ഡിസ്കഷൻ സെഷൻ എന്നുള്ളതിലേക്ക്. പ്രയർ നമുക്ക് സാധാരണ വീക്ക്ലി ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈഡേ അതിലാണ് പ്രയർ നമുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് ആൾക്കാർ ഇതുവരെ നമ്മുടെ ഗ്രൂപ്പിൽ കൂടിയിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിന്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ഫ്രൈഡേകളിൽ ഒന്നിൽ 7:30 അല്ലെങ്കിൽ 8, ഇങ്ങനെ 7:30, 8 ഈ ഒരു ഇതിലാണ് നേരത്തെ അറിയിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് കൂടുന്നത്. ഈ കുറച്ച് നാളായിട്ട് നമ്മൾ സൂമിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ആൾക്കാർ അവരവരുടെ റോള് അവരവരുടെ സ്ഥലത്ത് ചെയ്യും. നമ്മൾ പ്രധാനമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ആരംഭം മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചർച്ച് ഹിസ്റ്ററി പഠിച്ചു. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഭാഷണതകളെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കരിക്കുലം വെച്ചുകൊണ്ട്, ഒരു പാഠ്യപദ്ധതി വെച്ചുകൊണ്ട് ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് അഗാപ്പെ എന്നുള്ള ഒരു സിലബസ് ആണ് ഉപയോഗിക്കുന്നത്. അഗാപ്പെ അതിപ്പോ മത്തായിയുടെ സുവിശേഷം ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. ചാപ്റ്റർ 18 അല്ലേ? കഴിഞ്ഞ ആഴ്ച കൊണ്ട് സീമയാണ് തീർത്തത്. 3 ദിവസം കൊണ്ട് ചാപ്റ്റർ 18 എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ മാത്യു ആണ് അടുത്ത സെഷൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ സെഷന് കൂടാം. അത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. സാധാരണ നമ്മൾ ഗ്രൂപ്പിൽ കൂടിയിരിക്കുന്ന സമയത്ത് നടത്തുന്ന പ്രയറിൽ ഇന്റർസെഷന് കുറച്ച് ഫോക്കസ് കൂടുതലുണ്ട് നമുക്ക്. അതായത് നമ്മൾ ആൾക്കാർ കൂടിയിട്ട് ഒരു വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ട് ഇന്റർസെഷന്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ആ ക്ലാസ്സുകൾക്കുള്ളത്ര ഫോക്കസ് അതിന് അത്ര എളുപ്പമല്ല. എങ്കിലും നമ്മൾ ഇന്റർസെഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റർസെഷന് വേണ്ടിയുള്ള മെസ്സേജസ് നമ്മൾ എഴുതിയെടുത്തിട്ടും ഓരോരുത്തർക്കും കിട്ടുന്നത് ഷെയർ ചെയ്തും ഒക്കെ ആയിട്ട് ഒരാഴ്ച എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ പുതുതായിട്ട് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അറിവിന് വേണ്ടിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ല. ഫോക്കസ് പ്രധാനമായിട്ടും ഈ ബൈബിൾ ക്ലാസ്സിലാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ
അതിൽ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് വിടാം. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു സെക്കൻഡ്, എല്ലാ ഫസ്റ്റ് വീക്കിലും നമുക്ക് നൈറ്റ് വിജിലാണ്. അതായത് ഫസ്റ്റ് ഫ്രൈഡേ, എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും നൈറ്റ് വിജിലാണ്. അത് ഈ തുടങ്ങുന്ന ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ്. പക്ഷെ ഒരു അല്പ സമയം കൂടെ അതിന് ദൈർഘ്യം ഉണ്ടാവും. കുറച്ച് അതിന് നമ്മൾ ചിലപ്പോൾ ടോക്കുകൾ ഉണ്ടാവും, കുറച്ച് അതായത് ബൈബിൾ ക്ലാസ് അല്ലാത്ത ടോക്കുകൾ വരാറുണ്ട്. ഇന്റർസെഷന്റെ സമയം കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇതാണ് സംഭവം. ജോൺചാൻ എന്താ പറഞ്ഞു? ജോൺചാൻ എന്റെ പേരും കൂടെ അല്ല, എനിക്കും കൂടെ മെസ്സേജ് അയക്കണം എന്നുള്ളത് പറയാനാ. ജോണിച്ചാനെ ഓൾറെഡി നമ്മൾ ഈ സൂം ഗ്രൂപ്പിലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ടൈപ്പ് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ, പ്രധാനമായിട്ട് ഞാൻ ടൈപ്പ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു അത്രയും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിനൊന്നും അത്രയും സമയം വരുന്നില്ല. ഇത് സൂം ക്ലാസ്, സൂം സെഷൻസിന് അത് അത്ര ഒരു ഇഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം വെച്ചാൽ പല സമയത്ത് പല മൈക്കുകൾ ഒരേ സമയം ഓൺ ആകുമ്പോൾ അത് ഒരു കാക്കഫണി ആയിട്ടാണ് വരുന്നത്. ശരിക്കും അത് സിൻക്രണൈസ് ചെയ്ത് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെയുള്ള സംഗതികൾ കുറവായിരിക്കും നമ്മളുടെ സെഷന്. അപ്പൊ ഈ ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരിസ്മാറ്റിക്കാരാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ലെങ്കിലും ദൈവത്തിന് താഴേക്ക് വരാൻ വലിയ വിഷമമില്ല. കുറച്ചൊരു തടസ്സം ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തോളും, അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ നമ്മൾ അധികവും എങ്ങനെയാണ് ചെയ്യുന്നത്. വേറെ ആൾക്കാരെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ അയച്ചു തന്നാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? ജോണിച്ചാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, പറയാനില്ല. വേറെ ക്ലാസുകൾ വേണം